അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നിസ്സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ,
അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാത രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളംകാർ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങനെ വചനമാണല്ലോ അങ്ങനെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങനെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ചേച്ചിമാരും അമ്മച്ചിമാരൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ലോകം ചെറുപ്പക്കാരെല്ലാം ഇപ്പം ഈ ലോക ഫുട്ബോളിൻ്റെ പുറകെയാണ്. അതായത് എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫുട്ബോളിലെ പ്രധാനപ്പെട്ട രാക്ഷസന്മാരൊക്കെ പുറത്തായി. അതായത് പോർച്ചുഗൽ പുറത്തായി, ബ്രസീൽ പുറത്തായി, പിന്നെ ഇപ്പം നോർവേ കയറി വന്ന് ഇന്ത്യക്കാരെന്തുകൊണ്ടാണ് സെലക്ഷൻ കിട്ടാഞ്ഞതെന്ന് ഭയങ്കര ചർച്ച. നമ്മൾ 140 കോടി ഉണ്ടല്ലോ, അപ്പോൾ നമ്മളെക്കാൾ 150 കോടി ഗ്രാസ്യ, അങ്ങനെ എന്തോ ചെറിയ രാജ്യങ്ങളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ലോക ഫുട്ബോളിൽ സെലക്ഷൻ കിട്ടി. നമ്മളിന്ന് പറയുന്ന പല രാജ്യങ്ങളും 94-96 സെലക്ഷൻ്റെ കാലത്ത് ഈ ഇന്ത്യ 7-ാം സ്ഥാനത്തായിരുന്നു ലോകകപ്പ്. ആ ഇന്ത്യയിൽ നിന്ന് 144 പോയിരുന്നു. അപ്പോൾ കൂടിയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ഈ ഹാർലൻഡ് തന്നെ കളിക്കാൻ ഞങ്ങൾ കണ്ടു കാണാം. അയാളുടെ ഓട്ടം കണ്ടില്ലേ. അപ്പോൾ ഇപ്പോൾ എന്താ ഒരു സ്കൂൾ ഇറങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇന്ത്യക്കാരന് സെലക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ അതിന് ചില സാമൂഹിക ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ, അവരുടെ വിലയിരുത്തലുണ്ട്. അല്ല, ഒരു വിലയിരുത്തൽ എനിക്ക് ഭയങ്കര റീസണബിളായിട്ട് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈക്കിങ്സാണ് ഇവരൊക്കെ, ഹാർലൻഡുകാരൊക്കെ. അപ്പോൾ അവർ പണ്ട് ഒറ്റ പാമരത്തിൽ ഒറ്റ പാകെട്ടി ലോകം മുഴുവൻ ഒറ്റയ്ക്ക് കച്ചവടത്തിന് വന്ന പാർട്ടിയാണ് ഈ ബൈക്കിങ്സ് എന്ന് പറയുന്നത്, ഈ ഹാർലൻഡിൻ്റെ ആൾക്കാർ. അപ്പോൾ അവരുടെ ഭയങ്കര കാടൻ ജോലി ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവരുടെ DNA ഒക്കെ കാടൻ DNA ആയിരിക്കും. കാര്യം കണ്ടില്ലേ, അവനെ കണ്ടില്ലേ, ആ ഓടിപ്പോണ പോക്കിൽ പലരെയും തള്ളി താഴ്ത്തായിട്ടാണ് പോണത്. അയാൾക്ക് യാതൊരുവിധ കുറ്റബോധമോ ഒന്നുമില്ല. അത് കളിയുടെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയും ഈ എന്ത് വിഷയത്തിൽ അത്രയും കണ്ടിങ്ങനെ റഫാണ് അവർ, ഈ റഫ് ആൻഡ് ടഫ് എന്ന് പറഞ്ഞ പോലെ. ഇന്ത്യക്കാരിങ്ങനെ റഫ് ആൻഡ് ടഫ് ആകത്തില്ല. മറ്റവർക്കാണെങ്കിൽ അവർ ആംഗ്ലോ സാക്സൺ വർഗമാണ്, യൂറോപ്യൻസ്. അവരിങ്ങനെ ഒരു ആനിമലിൻ്റെ പുറകെ ഓടിച്ച് പിടിച്ച് ആണ് മാത്രമേ അവർക്ക് ഭക്ഷണം കിട്ടത്തുള്ളൂ. അവിടെ പൂർവികർ അങ്ങനെയായിരുന്നു, ആംഗ്ലോ സാക്സൺസ്. ഇങ്ങനെ ഓടിപ്പിടിക്കണം. ചിലപ്പോൾ അതുമായിട്ട് കുത്തി ചിലപ്പോൾ ചത്തുപോയെന്നും വരും. ഇത്ര നേരം ഒരു നേരം കഴിക്കാൻ വേണ്ടി ജീവൻ പണയം വെച്ചാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കാരണം അവർ ഭയങ്കര എനർജറ്റിക്കാണ്. ആ ലോകം മുഴുവൻ അവർ കീഴടക്കിയില്ലേ. അത് ഇതുകൊണ്ടാണ് എല്ലായിടത്തും ചെല്ലുമ്പോൾ അവരുടെ രാജ്യമല്ലേ ഉണ്ടാകണത്. കപ്പലോട്ടക്കാരുടെ കാലത്ത് അവർ പിടിച്ചെടുത്താണതല്ല. ഇന്ത്യക്കാരൻ അങ്ങനെ കപ്പലോടാനൊന്നും പോയില്ല. എന്നുവെച്ചാൽ നമ്മളെക്കുറിച്ച് പറയണതേ, നമ്മൾ എവിടെയെങ്കിലും സ്വസ്ഥമായി, നമ്മൾ വെജിറ്റേറിയനാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുക. വേണമെങ്കിൽ ആ ഇരിപ്പ് നമ്മൾ വേണമെങ്കിൽ ഒരു 10 കൊല്ലമൊക്കെ ഇരിക്കണേ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഇതെല്ലോ മഹാഋഷിമാരുണ്ടായിട്ടില്ലേ. ഇന്നുകൊണ്ട് അത്ര ഋഷിമാർ ഹിമാലയങ്ങളിലെ. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യണ കാര്യങ്ങളാണ്. ഭക്ഷണം നമുക്ക് പാല് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ കുറച്ച് പഴം കിട്ടിയാൽ മതി. അതിന് വേട്ടയാടി പിടിക്കലൊന്നുമില്ല. സസ്യബുക്കുകളാണ് പൊതുവേ ഇന്ത്യക്കാർ. അതിങ്ങനെ ഒരു 2-3 ലക്ഷം കൊല്ലം ഈ DNA, ഈ ജീൻസ് ഇങ്ങനെ കൈമാറുമ്പോൾ നമ്മൾ ഇരിപ്പുകാരാകും. പക്ഷേ ഇരിക്കണ പരിപാടിക്ക് നമ്മൾ അധികം ഓടാത്ത കാര്യങ്ങളിൽ ഇപ്പം ചെസ്സൊക്കെ ലോകത്തിൽ 1-ാം സ്ഥാനമാണ് നമുക്ക് ചെസ്സിന്. എന്താ, ഇരുന്നാൽ മതിയല്ല. ഫുട്ബോളിൽ 90 മിനിറ്റ് ഓടണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും, എപ്പോഴും ഓട്ടത്തിലല്ലേ. എന്ത് ഓടവേ എന്ത് മറിച്ചത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം അതുപോലെ തന്നെയായിരിക്കും. പക്ഷേ ഇത് ഇങ്ങനെ ഒരു DNA, അല്ല ഡോർമൻ DNA,
അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യണ ജോലി. ക്രിക്കറ്റിലും നമുക്ക് സ്റ്റമ്പിൻ്റെ അടുത്ത് നിന്ന് ഇടക്കൊന്ന് അടിച്ചാൽ മതിയല്ല, ഒരു സിക്സൊക്കെ അടിക്കണ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ക്രിക്കറ്റിൽ നമുക്ക് നല്ല സമ്മാനം കിട്ടിയിട്ടുണ്ട്. നമ്മളത്ര മോശക്കാരൊന്നും അല്ലേ. നമ്മുടെ DNA ഇങ്ങനെ എവിടെയെങ്കിലും ഇരിക്കണ DNA ആണെന്നുണ്ട്. എന്താ ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം, ഞാൻ നിങ്ങളെ ലോകകപ്പ് പഠിപ്പിക്കാൻ വന്നതല്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതത്തെ ഇത് ബാധിക്കുന്നുണ്ട് ശരിക്കും, പ്രത്യേകിച്ച് ഉടമ്പടി ജീവിതത്തെ. എന്താ പ്രശ്നം വെച്ചാൽ ഉടമ്പടി ഈ പുതിയ നിയമത്തിൻ്റെ ആധ്യാത്മികത ഉദ്ഘാടനം ചെയ്തപ്പോൾ ഈശോ പറഞ്ഞ് ഈ പഴയ മെഷർ കൊണ്ട് നടക്കത്തില്ല കേട്ടോ, പുതിയ വീഞ്ഞാണിത്, ഇത് പഴയ തോൽക്കുടത്തിൽ കൊണ്ടുപോയി വെക്കരുത്. മറ്റേത് അതാണ് ലൂക്ക 5:37-38. ലൂക്ക 5:37-38. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. ഇപ്പം ഉടമ്പടി ഒരു പുതിയ വീഞ്ഞാണ്. അത് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഇപ്പം ചില ആൾക്കാരൊക്കെ ഇല്ലേ പ്രത്യക്ഷ പ്രാർത്ഥന ഞങ്ങൾ 33 പ്രാവശ്യം ചെല്ലിയെന്ന് പറയുമ്പോൾ ഈ പഴയ തോൽക്കുടമാണ്. ഇവിടെ നിന്ന് പറഞ്ഞിട്ടില്ലേ, എവിടെയെങ്കിലും ചടച്ചു കുത്തി ഇരുന്ന് ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. ഇത് പുതിയ വീഞ്ഞാണ്, പുതിയ തോൽക്കുടങ്ങളിൽ തന്നെ വെക്കണം. ഇത് ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ചെയ്യണം. നമ്മൾ കാരുണ്യ പ്രവർത്തികൾ അങ്ങനെയാണ്. നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നല്ലേ പറഞ്ഞു, ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, എന്നെ സന്ദർശിച്ചു. അപ്പം ആരാണ്? കർത്താവ് നമ്മളെ സന്ദർശിക്കാൻ വന്നതല്ല, ദൈവത്തെ നമ്മൾ സന്ദർശിക്കുകയാണ് ചെയ്യണത്. റീച്ച് ഔട്ട് ചെയ്യണം. ഇപ്പോൾ റീച്ച് ഔട്ട് ചെയ്യാണ്, അല്ലാതെ വീടിനകത്ത് കുത്തിയിരിക്കുകയല്ല. അപ്പോൾ ഉടമ്പടിയിൽ വരുന്ന ഏറ്റവും വലിയ സാക്ഷ്യങ്ങളുടെ കാരണം ഇതിൻ്റെ പുതിയ വീഞ്ഞ് അത് എടുത്ത ആൾക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ സാക്ഷ്യങ്ങളല്ല, ഇടി മുഴക്കമുള്ള സാക്ഷ്യങ്ങൾ. എന്താണ്? അവർ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങൾ തന്നെ വെച്ചിരിക്കുന്നത്. അത് ഇടിവിട്ട് പോലെ ഇറങ്ങി പ്രവർത്തിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ സാക്ഷ്യങ്ങളെല്ലാം അങ്ങനെയല്ലേ. ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങി കർത്താവിൻ്റെ സുവിശേഷം കൈമാറുന്ന പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ എല്ലാവരും വെക്കാനും. സാക്ഷ്യം പറയാൻ ഞങ്ങളെ ഒരുക്കിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ബിനോജ്. ഞാൻ ആലപ്പുഴ കാളാത്ത് സെൻറ്റ് പോൾസ് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് 2020 ജനുവരി 17 എനിക്കിപ്പം കിട്ടിയ അത്ഭുതമായ ഈ രോഗസൗഖ്യം സാക്ഷ്യം പറയുന്നതിന് മുമ്പ് എനിക്ക് എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയതെന്നും കൂടി പറയണം ബ്രീഫായിട്ട്. 2019 ഞാൻ UK ഇവിടെ ഉടമ്പടി എടുത്ത് ഇംഗ്ലണ്ടിൽ വന്ന ഒരു മകൾ എന്നോട് പറഞ്ഞു, ആലപ്പുഴ കൃപാസനം എന്ന സ്ഥലമുണ്ട്, അവിടെ പോകണം. അവിടെ പോയ ചേട്ടായിക്ക് ജീവിതത്തിൽ എല്ലാം തിരിച്ചു തരുമെന്ന് ആണ് ആ കുട്ടിയോട് പറഞ്ഞത്. അത് കേട്ടപ്പം അതുവരെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് മുന്നോട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്. എങ്കിലും എനിക്ക് ഇനി ഒരത്ഭുതം നടക്കാൻ സാധ്യതയില്ല എന്ന് ഉറച്ച് ഞാൻ വിശ്വസിച്ച സമയമാണ് അന്ന്. അങ്ങനെ 2020 ജനുവരി 17 ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എനിക്ക് എന്താണെന്നറിയത്തില്ല, ഇവിടുത്തെ ഇതിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്തു, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്ത് വീട്ടിൽ പോയി. ആ 3 മാസം ഞാൻ ശരിക്കും ഓരോ ദിവസവും ഉടമ്പടി 1-ാം ദിവസം മുതൽ പറയുകയാണെങ്കിൽ ഞാനത് കൂടുതൽ ആഴത്തിൽ ഈശോയെ മാത്രമേ അറിയുമായിരുന്നു. അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് പറയാൻ പറ്റും, എൻ്റെ കൂടെ അമ്മയുണ്ട്, ആ കൂടെ ഈശോയുണ്ട്. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, തകർന്നു പോയ എൻ്റെ ജീവിതം കർത്താവ് പതിയെ വീണ്ടും തിരിച്ചു തന്നു തുടങ്ങി. ആദ്യം എനിക്ക് കുടുംബത്തെ തന്നു, അതാണ് എൻ്റെ കൂടെയുള്ള ആൾ. ഇത് സാക്ഷ്യം പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇപ്പോൾ 6-ാം വർഷമാണ്, 4-ാം ഉടമ്പടി പുതുക്കലും. അപ്പോൾ ഈ ഉടമ്പടി ആദ്യം വെക്കുന്ന സമയത്ത് മുതൽ 18 വർഷമായിട്ട് എൻ്റെ ശരീരത്തുണ്ടായിരുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ മൂലമുള്ള സോറിയാസിക് ആർത്രൈറ്റിസും ഈ 2 രോഗങ്ങൾ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. ഒരുപാട് മരുന്ന് കഴിച്ചു, ഡോക്ടർമാരെ കണ്ടു, ഇന്ത്യയിലും UK-യിലുമുള്ള പല ചികിത്സകളും ചെയ്തു. ഒന്നിനും ഒരു മാറ്റമില്ല, ഒന്നും മാറുന്നില്ല. അവസാനം ഡോക്ടർമാർ അവിടുന്ന് പറഞ്ഞു, ഇത് മാറില്ല, ഇത് വൈദ്യശാസ്ത്രത്തിൽ മരുന്നില്ല, ഇത് കൺട്രോൾ ചെയ്ത് നിർത്താനേ പറ്റുള്ളൂ. അപ്പോൾ അതുകൂടി എൻ്റെ മനസ്സിടിഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തിന് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ഇങ്ങനെ പോട്ടെ. പക്ഷേ ഞാൻ ഉടമ്പടി വെച്ച നിയോഗം പറഞ്ഞത്,
അതുപോലെ തന്നെ 18 വർഷമായിട്ട് ഞാൻ പാലും തൈരും കഴിക്കത്തില്ല. ഞാൻ അത് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ജോയിനെല്ലാം നീരാവും, പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ 2 രോഗങ്ങൾ എന്നെ ഒരുപാട് അലർട്ട് ചെയ്താൽ എല്ലാവരുടെയും മുന്നിൽ എനിക്ക് ഒരുപാട് ഷെയിം തോന്നിയിട്ടുണ്ട്. ആരോട് പറയാൻ പറ്റില്ല. എനിക്കെന്താ ഈ പറയുന്ന പോലെ അസ്വസ്ഥതകളൊന്നുമില്ല, പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിനെ വളരെ ബാധിച്ചിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ പേടി മാറി മനസ്സിൽ നിന്ന്. അത് കഴിഞ്ഞ് ആദ്യം അനുഭവം നടന്നു. അത് കഴിഞ്ഞ് 2024 ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥന മേടിച്ചു. തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോയി. ഞാൻ ഈ രോഗത്തെ തന്നെ പറഞ്ഞു. അച്ഛൻ്റെ ചൊവ്വാഴ്ച പ്രസംഗത്തിൽ പറയുന്നൊരു കാര്യമാണ്, അതായത് നിയോഗം നമ്മൾ മറക്കണം, നിയോഗത്തെ പറ്റി ഓർക്കുകയോ വേണ്ടാന്ന്. അതെനിക്ക് ശരിക്കും സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പിന്നീട് മുന്നോട്ട് പോയത് നിയോഗത്തെപ്പറ്റി ചിന്തിക്കാറില്ല. എനിക്ക് എന്താണ് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പ്രേക്ഷിത പ്രവൃത്തി, കാരുണ്യ പ്രവൃത്തി, ഇതെല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങി ഭംഗിയായിട്ട് പറ്റുന്ന സാഹചര്യം അനുസരിച്ച്. ഇംഗ്ലണ്ടിലായിരിക്കുമ്പം ഞാൻ ഇവിടുന്ന് കൊണ്ട് പത്രം മലയാളികൾ കൊണ്ടു കൊടുക്കും. അതുപോലെ തന്നെ എല്ലാവരോടും ഞാൻ ഷെയർ ചെയ്യും എൻ്റെ അനുഭവങ്ങൾ. പിന്നെ വേറൊരു കാര്യം, ഞാൻ അവിടെ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത്, അവിടെ ആയിരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്, സ്ട്രീറ്റിലൊക്കെ ഉള്ള പാവപ്പെട്ട ആൾക്കാർ ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുവാണെങ്കിൽ അവർക്ക് ഞാൻ ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കും. അങ്ങനെ കാര്യം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് 2025 ഞാൻ ഇന്ത്യ വന്നു കഴിഞ്ഞ് ഉടമ്പടി 3ാമത്തെ ഉടമ്പടി പുതുക്കി. അന്നേരം ഞാൻ ഈ നിയോഗം വെച്ചായിരുന്നു രോഗസഭയ്ക്ക്, പക്ഷേ മനസ്സിൽ നിന്ന് കളഞ്ഞു. പക്ഷേ പതിയെ ഞാനൊരു 6-7 മാസമായിട്ട് ഞാൻ മറന്നുപോയ കാര്യമാണ്, എൻ്റെ ശരീരത്തിൽ ഈ അസുഖം ഒട്ടുമില്ല. കംപ്ലീറ്റ് എൻ്റെ ശരീരത്തിൽ നിന്ന് സോറിയാസിസിൻ്റെ സിംറ്റം എല്ലാം മാറി. കാരണം എനിക്ക് എൻ്റെ കൈയുടെ, ഞാൻ അച്ഛനെ കാണിച്ചായിരുന്നു, കയ്യെ കൂടെയൊക്കെ ഇങ്ങനെ ഒരു വെളുത്ത പാടുണ്ടാകുമായിരുന്നു. ഇതെല്ലാം കംപ്ലീറ്റ് മാറി നോർമൽ ലൈഫിലേക്ക് വന്നു. അതുപോലെ തന്നെ ഒരു 6 മാസമായിട്ട് 18 വർഷമായിട്ട് ഞാൻ കഴിക്കാതിരുന്ന പാല്, തൈര്, പാലുൽപ്പന്നങ്ങൾ, ഇത് നന്നായിട്ട് ശരിക്കും രാവിലെയും വൈകിട്ടും എന്ന പോലെ ഓരോ ഗ്ലാസ് പാല് കുടിക്കാൻ തുടങ്ങി. അത് ശരിക്കും ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്, എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് അറിയാൻ വേണ്ടി. പക്ഷേ അത് കംപ്ലീറ്റ് മാറി. കാരണം ഇതിനു മുമ്പ് ഞാൻ ഓരോ സ്ഥലം ചെല്ലുമ്പം കട്ടൻ കാപ്പി അല്ല കടും ചായ ഇതാണ് കുടിച്ചുകൊണ്ടിരുന്നത് വർഷങ്ങളായിട്ട്. അതുപോലെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ യാദൃശ്യമായിട്ടാണെങ്കിലും എന്തെങ്കിലും പാലുൽപ്പന്നത്തിൻ്റെ ശരീരം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ജോയിൻറ്റിന് നീരും വേദനയും വരും, ഞാൻ പെയിൻ കില്ലർ കഴിക്കണം. ഇതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും രോഗസൗഖ്യം. ഞാനിവിടെ നിൽക്കുന്നത് ഏറ്റവും അഭിമാനത്തോടെ, ഏറ്റവും സന്തോഷത്തോടെയാണ്. അടുത്ത കാര്യം, 2025 നവംബറിൽ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ വെച്ച നിയോഗമാണ്. എനിക്ക് മലയിൽ വെച്ച് സ്ഥലം ഉണ്ടായിരുന്നു. എൻ്റെ വീട് കണ്ണൂരായിരുന്നു നേരത്തെ. ആ സ്ഥലം വിൽക്കാൻ വേണ്ടി നോക്കിയിട്ട് 10 ലക്ഷം രൂപ വരെ ഏക്കറിന് കിട്ടുന്ന സ്ഥലം, അത് 5 ലക്ഷത്തിന് പോലും മേടിക്കാൻ ആളില്ല. അപ്പോൾ എനിക്ക് അല്പം ലോണുമുണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് ഞാൻ നിയോഗം വെച്ചിരുന്നു. അത് ഞാൻ ശരിക്കും നിയോഗം വെച്ചെങ്കിലും അത് ഓർത്തിട്ടില്ല. പിന്നീട് ഈ കഴിഞ്ഞ മാർച്ച് മാസം ആ സ്ഥലം നല്ല വിലയ്ക്ക് വിൽക്കാനും എനിക്കുണ്ടായിരുന്ന എൻ്റെ ലോൺ തീർക്കാനും പറ്റി. ഇതാണ് എനിക്ക് ഇപ്പം കിട്ടിയ ഏറ്റവും കിട്ടിയ വലിയ ദൈവാനുഭവം. പിന്നെ ദൈവാനുഭവം എൻ്റെ ആത്മീയ ജീവിതത്തിലുള്ളത്, ഞാൻ സ്വതവേ എനിക്ക് ചൂടനായ സ്വഭാവം, ദേഷ്യം വരുന്ന ആളാണ്. ഇപ്പം ഉടമ്പടി ഞാൻ കയറിക്കഴിഞ്ഞാൽ എന്നെ ഭയങ്കര കൺട്രോളാണ്. എന്നെ ആരോ എനിക്ക് ദേഷ്യപ്പെടാൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സ് തോന്നി ഉടമ്പടിയിലാണ്, വായിന്നൊന്നും പോകരുത്. എന്തെങ്കിലും കണ്ടാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആ രീതി എനിക്ക് കംപ്ലീറ്റ് മാറിപ്പോയി. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കാരുണ്യപ്രവൃത്തി എന്ന കാര്യം ശ്രദ്ധിക്കുന്നത് പ്രായമുള്ളവരെയാണ്. പോകുന്ന വഴിക്കോ നടക്കുന്ന വഴിക്കോ ഒരാളെ കണ്ടാൽ അവരെ ശ്രദ്ധിക്കും. അവർ നടക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ ഞാൻ അവരെ കയ്യെ പിടിച്ച് അവിടെ എൻ്റെ കാര്യം മാറ്റി വെച്ച് എത്തേണ്ടത് എത്തിക്കും. അതുപോലെ ഭക്ഷണം ഞാൻ ഒരു മടിയും കൂടാതെ ചോദിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കും. ഇങ്ങനത്തെ കാര്യം ചെയ്യും. പിന്നെ പ്രേക്ഷിതപ്രവൃത്തി ചെയ്യുന്നത്, ഞാൻ എല്ലാ ദിവസവും രാവിലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടി അഭിഷേകം സ്വീകരിച്ചതിന് ശേഷം അത് ഷെയർ ചെയ്യും സോഷ്യൽ മീഡിയയിൽ. അതുപോലെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും. പിന്നെ പത്രം കൊടുക്കുന്നത് ഞാൻ എല്ലാവർക്കും ഓടി നടന്ന് കൊടുക്കില്ല. പത്രം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും. കൊടുക്കാൻ വീട്ടിൽ പോകാൻ നേരത്ത് മാതാവ് എന്നോട് പറയുന്ന പോലെ 5 അല്ല 3 ഇങ്ങനെ ഒരു നമ്പർ പത്രം എൻ്റെ കയ്യിലുണ്ടാവും. ഈ പത്രം കൊണ്ട് പോകുമ്പം ബസ് യാത്ര ചെയ്യുമ്പം അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടുന്ന ഒരു 2 മിനിറ്റ് കൂടുതൽ ഞാൻ ഒന്നിച്ചായിരുന്നു കഴിഞ്ഞാൽ പരിചയപ്പെട്ട് സംസാരിച്ച് അവർക്ക് പത്രം കൊടുക്കും. ഞാൻ അമ്മയെപ്പറ്റി പറയും. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ ചെയ്യുന്നത്, പത്രം കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടാണ് കൊടുക്കുന്നത്. വെറുതെ കൊടുക്കില്ല. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പത്രം ആളുടെ കയ്യിൽ അവർക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. അത് വെള്ളം വീണോ നഷ്ടപ്പെട്ടോ പോകാതെ അവർക്ക് പിന്നീട് വായിക്കാനും പറ്റും. ഇങ്ങനെ ഒരു
ഒരു ബോധ്യം ദൈവം തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം വെച്ചാൽ, ഞാൻ എല്ലാവരോടും എൻ്റെ അറിയാവുന്ന ആൾക്കാരോട്, കൂട്ടുകാരോട് ഒക്കെ പറയുന്നൊരു കാര്യമാണ്, മക്കളെ നല്ല വഴി വളർത്താൻ നമുക്ക് തിരുസഭ വന്നിരിക്കുന്ന ഏറ്റവും വലിയ സ്വർഗം തുറന്നു തന്ന ഒരു സ്ഥലമാണ് കൃപാസനം. ഇതെൻ്റെ അമ്മ വീടാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിറങ്ങിയാൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും, തലമുറ അനുഗ്രഹിക്കപ്പെടും. അതുപോലെ ആ മക്കൾ ഒരിക്കലും വഴിതെറ്റി പോയില്ല. അത് എനിക്ക് കിട്ടിയ ബോധ്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം. കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ബിനോജ് ബേബി ആലപ്പുഴ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. താൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാര്യം പറയുക. തൻ്റെ ജീവിത പങ്കാളി ഉടമ്പടിയിലായിരുന്നു. ഇതിനു മുമ്പ് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അത് തൻ്റെ ജീവിതത്തെ തിരിച്ച് ദൈവത്തിലേക്ക് എത്തിച്ചതിലൂടെയാണ് ഉടമ്പടിയിലേക്ക് ബിനോജ് ബേബി കടന്നു വരികയൊക്കെ ചെയ്യുന്നത്. അതിനെ തുടർന്നാണെങ്കിലും തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച രോഗസൗഖ്യം തന്നെയാണ് ഓട്ടോഇമ്യൂൺ എന്ന ഡിസീസ്. അത് പൂർണ്ണമായിട്ട് അത് മാറിയാണ് പരിശുദ്ധമ്മ ബിനോജിനെ അനുഗ്രഹിക്കുക ചെയ്തത്. കാരണം ഇതിന് പ്രത്യേകമായിട്ടുള്ള മരുന്നോ ട്രീറ്റ്മെൻറ്റോ ഇല്ലാത്തത് കൊണ്ട് കൺട്രോൾ ചെയ്ത് നിർത്താൻ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. എന്നാൽ ഉടമ്പടിയോട് ചേർന്നുള്ള തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടാകുന്നൊരു ബോധ്യവും അച്ഛൻ്റെ ടോക്കിലൊക്കെ കേൾക്കുന്നത് പോലെ നമ്മൾ നിയോഗങ്ങൾ മറന്നുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ്. അതുതന്നെയാണ് തൻ്റെ ജീവിതത്തിലെ ഈ നിയോഗത്തെ മറന്നുകൊണ്ട് ഉടമ്പടിയോട് ചേർന്ന് കൊണ്ടുള്ള ജീവൻ തന്നെയായിരുന്നു. അതിനിടയിലാണ് തനിക്ക് ഇങ്ങനൊരു അസുഖമുണ്ടായിരുന്നത് പൂർണ്ണമായിട്ടത് സുഖപ്പെട്ടു എന്നുള്ളൊരു ബോധ്യമുണ്ടാക്കി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തനിക്ക് പാലാണെങ്കിലും തൈരാണെങ്കിലും കഴിക്കുമ്പോഴുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകളും അത് 20 വർഷവും 18 വർഷമായിട്ട് ഇങ്ങനെ തുടർന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അസുഖം തന്നെയാണ്. അതിൽ നിന്നെല്ലാം പരിശുദ്ധമ്മ പൂർണ്ണമായിട്ടും സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ബിനോജിൻ്റെ വാക്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നൊരു കാര്യമുണ്ട്. ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ അത് ജീവിതത്തിൽ തന്നെ പൂർണ്ണമായിട്ട് മാറ്റങ്ങളുണ്ടാകുമെന്ന് പറയുന്നു വെച്ചുകൊണ്ട്. കാരണം ഇത് ഒരമ്മ വീടാണെന്നും അതോടൊപ്പം തന്നെ ഒരു ആത്മീയ ജീവിതത്തിലും അതോടൊപ്പം മക്കളെ നേരെ നിർത്താനാണെങ്കിലും വളർത്താനാണെങ്കിലും ഈ ഉടമ്പടി ജീവിതത്തെ പൂർണ്ണമായിട്ട് മാതൃകയായിട്ട് തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണെങ്കിലും ജീവിത രീതികളാണെങ്കിലും എത്രമാത്രം അത് നേരായ മാർഗത്തിൽ വിശുദ്ധിയോടുകൂടി അത് അത്രമാത്രം അതിൻ്റെ പൂർണ്ണതയെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് ജീവിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഉടമ്പടിയിൽ നിന്ന് മാറാതെ കണ്ട് പരിശുദ്ധമായ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറാനായിട്ട് ഇനിയും ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി. എൻ്റെ പേര് അഖില മനീഷ്. ഇതെൻ്റെ ഭർത്താവ് മനീഷ്. ഇതെൻ്റെ മൂത്ത മകൻ ആദി മനീഷ്. ഇത് ഞങ്ങൾക്ക് മാതാവ് തിരികെ തന്ന കുഞ്ഞാണെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. തിരികെ തന്ന കുഞ്ഞ് ആദി മനീഷ്. കാരണം തിരികെ തന്ന കുഞ്ഞെന്ന് പറയാൻ 2023 ഓഗസ്റ്റ് 5-ാം തീയതി ഞാൻ മസ്കറ്റിൽ നിന്ന് വരികയാണ് ഞങ്ങൾ കുടുംബമായിട്ട്. എൻ്റെ കുഞ്ഞിന് ഹാർട്ടിന് അസുഖമായിരുന്നു. എൻ്റെ കുഞ്ഞ് 7 മാസം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് വരുന്നത്. ഞാൻ അവിടുന്ന് അമൃത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് നാട്ടിലെത്തുകയാണ്. 5-ാം തീയതി എത്തുന്നു, 6-ാം തീയതി പുലർച്ചെ ഇവിടെ വരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അപ്പോഴേക്കും ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരുന്നു. ഞങ്ങളുടെ കുഞ്ഞ് ഫ്ലൈറ്റ് ട്രാവലിൽ എയർ ഗട്ടർ പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്നാലും കുഞ്ഞിന് ഹാർട്ടിന് ഇഷ്യൂ ആയിരുന്നു പറഞ്ഞു. കുഞ്ഞ് ആ സമയത്ത് തന്നെ മരിച്ചിരുന്നു. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് 17-ാം തീയതിയാണ് അമൃത ഹോസ്പിറ്റലിൽ ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഇവിടെ വരുന്നു. അതിന് മുന്നേ ഒന്നും ഞാൻ പ്രത്യേകം പറയുകയാണ്, എനിക്ക് കൃപാസന മാതാവിനെ അറിയില്ല. ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നു. പക്ഷേ ഈശോയിനെ ചെറുപ്പത്തിൽ തൊട്ടേ ഞങ്ങൾക്ക് വളരെ സ്നേഹമായിരുന്നു. എൻ്റെ സ്വന്തം വീട് പിറവത്താണ്. ഞാൻ പിറവം പള്ളിയിലും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അന്തോണിസ് പുണ്യാളിൻ്റെ പള്ളിയിലും മുളക്കുളം പള്ളിയിലും ഒക്കെ ഞങ്ങൾ പോയിരുന്നതാണ്. പക്ഷേ കൃപാസന മാതാവിനെ ഞങ്ങൾ അറിയുന്നത് 2023 ഞാൻ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതറിയാതെ ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നു. എന്നാലും നമ്മുടെ അന്ന് തൊട്ട്
കൂടെ ഒരാളുണ്ടെന്ന്, ഒരു അമ്മ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി. കാരണം ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾക്കൊരു ആക്സിഡൻറ്റ് പോലെ ഒരു വണ്ടി ഓപ്പോസിറ്റ് വരുന്നു. പക്ഷേ ആ വണ്ടി ഇടിക്കേണ്ടതായിരുന്നു, പക്ഷേ ഇടിച്ചില്ല, അത് തെന്നി മാറിപ്പോയി. അപ്പോഴേ ഞാനും എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു വണ്ടിയിൽ. ഞങ്ങൾ പറഞ്ഞു മാതാവ് നമ്മുടെ കൂടെ, സഞ്ചാരി മാതാവ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെല്ലുന്നു. കുഞ്ഞ് മരിച്ചത് അറിയുന്നില്ല. പിറ്റേ ദിവസം 7-ാം തീയതി രാവിലെ എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ മകൾ വിളിച്ചു. ഡോക്ടറാണ്, പുള്ളിക്കാരി പറയുന്നു കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് അടുത്തുള്ള ആശുപത്രി പോയി ചെക്ക് ചെയ്തു. കുഞ്ഞ് മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ കരഞ്ഞിട്ടൊന്നുമില്ല, കാരണം എന്തോ ഒരു ശക്തി കൂടെ ഉണ്ടെന്ന് ഒരു ബോധ്യമുണ്ട്. പിന്നീട് ഞങ്ങൾ അവിടുന്ന്, അപ്പോൾ ഡോക്ടർമാർക്ക് ഭയങ്കര ടെൻഷനായി. ഇപ്പോൾ 2 ദിവസം, 3-ാമത്തെ ദിവസമാണ് കുഞ്ഞ് മരിച്ചിട്ട്. അപ്പോൾ എമർജൻസി സിസേറിയൻ പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് സിസേറിയൻ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ അപ്പോഴാണ് മാതാവിൻ്റെ അടുത്ത അത്ഭുതം അവിടെ തുടങ്ങുകയാണ്. അവിടെ അവിടുത്തെ ഡോക്ടറിന് കുഞ്ഞ് മരിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് എഴുതാനുള്ള ഡിഗ്രി ഇല്ല. അപ്പോൾ വേറെ അടുത്തൊരു സ്കാനിങ് സെൻറ്ററിൽ പോകാൻ പറഞ്ഞു. സ്കാനിങ് സെൻറ്ററിൽ പോയി ചെയ്യാൻ പറഞ്ഞ് അവർ വിളിച്ചു വെച്ചപ്പോൾ അവിടെയും ഡോക്ടറില്ല. പിന്നെ ഞങ്ങൾ കൂത്താട്ടുകുളം ദേവമാതാ ആശുപത്രിയിലേക്കാണ് റെഫർ ചെയ്തത്. ആ ദേവമാതാ എന്ന പേര് തന്നെ മാതാവുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നു സർട്ടിഫിക്കറ്റ് വാങ്ങി. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ആ ടൈമിൽ ഡോക്ടറില്ല. പക്ഷെ മനസ്സിൽ തോന്നുവാണ് അവിടുത്തെ ഡോക്ടറോടൊന്ന് ചോദിക്കാൻ നമുക്ക് നോർമലായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുമെന്ന്. കാരണം എൻ്റെ ആദ്യത്തെ മോൻ അന്ന് 6 വർഷമായിരുന്നു. അന്ന് അവനെ സിസേറിയൻ ചെയ്താണ് എടുത്തിരിക്കുന്നത്. സാധാരണ സിസേറിയൻ ചെയ്താൽ പിന്നീടും സിസേറിയനാണ് അവർ ചെയ്യുക. പക്ഷേ എനിക്ക് ആ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നമുക്ക് എന്തായാലും ഇന്ന് നോക്കാൻ പറ്റത്തില്ല, ഇന്നിനിപ്പോൾ രാത്രി ആവാറായി, നാളെ രാവിലെ നോക്കാം, അതായത് 4-ാമത്തെ ദിവസം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. 4-ാമത്തെ ദിവസം ഞങ്ങൾ അഡ്മിറ്റ് ആവുകയാണ്. ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് എൻ്റെ കുഞ്ഞിനെ 2 വർഷത്തിന് ശേഷം എനിക്ക് ഉയർപ്പിച്ച് തന്നിരിക്കുന്നു. കാരണം അന്ന് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കുഞ്ഞൊരു ആൺകുട്ടിയായിരുന്നു. എനിക്കിപ്പോൾ കിട്ടിയതും ആൺകുട്ടി തന്നെയാണ്. ഞാൻ ആവശ്യപ്പെട്ടത് സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനരുജ്ജീവനത്തിലെ തിരിച്ചു കിട്ടിയെന്ന വചനം വിശ്വസിച്ച് എഴുതി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തന്നു. അവന് ഞങ്ങൾ ഇടാനിരുന്ന പേര് അന്ന് ദേവെന്നാണ്. ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മതപ്രകാരം ഒരു ചടങ്ങും നടത്തിയിട്ടില്ല, ഒരു പേരിടിയിൽ നടത്തിയിട്ടില്ല. ഇന്ന് കുഞ്ഞ് ജനിച്ചിട്ട് 40-ാമത്തെ ദിവസമാണ്. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് ഈ മാതാവിൻ്റെ മുമ്പിലാണ് ഏറ്റുപറയുന്നത്. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് ദേവ് മനീഷ് എന്നാണ് ഞങ്ങൾ അവന് പേരിട്ടിരിക്കുന്നത്. ഞങ്ങളല്ലാണ്ട് ഒരു പേരിടിയ ചടങ്ങൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. അവൻ്റെ അച്ഛൻ ഒരു ചരട് കെട്ടിയെന്നല്ലാണ്ട് അത് ഒരു ഫംഗ്ഷനുമായിട്ടല്ല. ഞങ്ങൾ ഇന്നലെ അവിടെ ഒരു അനാഥാലയത്തിൽ പ്രായമായവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്തത് അതിന് പകരമായിട്ട്, അല്ലാണ്ട് ഞങ്ങൾ യാതൊരു ചടങ്ങും നടത്തിയിട്ടില്ല. ഇത് ഞങ്ങളുടെ വലിയൊരു സാക്ഷ്യമാണ് ഈ കുഞ്ഞിനെ തിരികെ കിട്ടിയത്. നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച എല്ലാവരോടും പറയാണ്, ഞങ്ങൾ 2 വർഷം കാത്തിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിന്ന് ഡോക്ടറെ കണ്ടു. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ കിട്ടില്ലയോ എന്നുള്ളൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. 3 മാസത്തോളം, സാധാരണ എല്ലാവർക്കും അറിയാം ഫോളിക് ആസിഡാണ് കൊടുക്കുക, 3 മാസം ഫോളിക് ആസിഡ് സ്കാനിങ് ഒക്കെ ചെയ്തു. എന്നിട്ടും ഞങ്ങൾക്ക് ആയില്ല. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ നിൻ്റെ ഹിതം എന്താണോ അത് നിറവേറട്ടെ. മാതാവ് ഈശോയിനെ ഗർഭം ധരിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞു, നിൻ്റെ ഹിതം എന്താണോ ദൈവമേ അത് നിറവേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ സെപ്റ്റംബറിൽ 8 നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു 2025. അപ്പോൾ 8 നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് പിറ്റേ മാസം എനിക്ക് പോസിറ്റീവായി. എൻ്റെ കുഞ്ഞിനെ ഒരു കുഴപ്പവും ഇല്ലാണ്ട് മാതാവ് എനിക്ക് തിരികെ തന്നു. അടുത്തൊരു സാക്ഷി എന്ന് പറയുന്നത്, ഞങ്ങൾ മസ്കറ്റിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവ് അവിടെ ജോലി ചെയ്യാണ്, വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു ഒമാനി പാർട്ട്ണർ ഉണ്ടായിരുന്നു. പുള്ളി ഒരു കള്ളക്കേസ് കൊടുക്കുകയുണ്ടായി. ജോലി സംബന്ധമായിട്ട് പ്രൊജക്റ്റുകൾക്ക് വേണ്ടി പൈസ അയച്ചത് പ്രൊജക്റ്റുകൾക്ക് ഉപയോഗിച്ചില്ല എന്നും പറഞ്ഞാണ്. പക്ഷേ അദ്ദേഹം പ്രൊജക്റ്റുകൾക്ക് വേണ്ടി പൈസ ഒമാനി അയച്ചത് കൂടാണ്ട് എൻ്റെ കയ്യിലുള്ള ഗോൾഡും സാധനങ്ങളും ഒക്കെ വെച്ച് ഞങ്ങൾ സലാലയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്തു. പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റുകളൊക്കെ വന്നത് ഒമാനിയുടെ അക്കൗണ്ടിലേക്കാണ്. അവസാനം പുള്ളി പേയ്മെൻറ്റുകൾ എടുത്തു എന്നല്ലാണ്ട് ഭർത്താവിന് ഒന്നും കൊടുത്തില്ല, കേസും കൊടുത്തു. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ വക്കീലിനെ ഒന്നും വെച്ചില്ല. മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു. ഈശോയെ ഞങ്ങളുടെ വക്കീലാക്കി ഞങ്ങൾ പ്രാർത്ഥിച്ചു. വചനങ്ങൾ വായിച്ചു എഴുതിയും പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഭർത്താവും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാനും ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ഭർത്താവും തീക്ഷ്ണമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ കേസ് തള്ളിപ്പോയത് വേറെ രീതിയിലാണ്. ആ ഒമാനി തന്നെ വന്ന് എൻ്റെ ഭർത്താവിനോട് ക്ഷമ ചോദിച്ചു. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, നീ എന്നെ സഹായിക്കണം, എൻ്റെ കമ്പനി വളരെ ദുരിതത്തിലാണ് പോണത്, എനിക്ക് വർക്കില്ല, നീ എന്നെ സഹായിക്കണമെന്ന് എൻ്റെ ഭർത്താവിനോട് ആവശ്യപ്പെടുകയും അദ്ദേഹം പിന്നെ കുറച്ച് വർക്കുകൾക്കൊക്കെ ഇദ്ദേഹം സഹായിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ ആരോടും ഒരു ദേഷ്യം വെച്ച് പുലർത്തുന്നില്ല, കാരണം നമ്മൾ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ഞങ്ങൾ അയാളെ ശപിക്കാനോ പ്രാകാനോ ഒന്നും പോയിട്ടില്ല.
എപ്പോഴും ഞങ്ങൾ അദ്ദേഹത്തിന് നല്ലത് തോന്നണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തിരുന്നത്. കൂടാണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ജോലിക്ക് പോകുന്നില്ലായിരുന്നു. 8 വർഷത്തോളം ജോലിക്ക് പോകാണ്ടിരുന്നു. ഞാൻ നിയോഗം വെച്ചിട്ട് പോലുമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ കുറേ ദുരിതത്തിലൂടെയാണ് കടന്നു വന്നത്. കാരണം ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നു, മരണപ്പെട്ടു. പിന്നെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ബ്ലോക്ക് ഉണ്ടായി, അതിൻ്റെ ചികിത്സാ കാര്യങ്ങൾ, പിന്നെ പാർട്ടീഷൻ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി. സാമ്പത്തികമായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ ദൈവം ഞങ്ങളെ ഒരുപാട് സംരക്ഷിച്ചു. ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എൻ്റെ ഭർത്താവിന് ഒരു കമ്പനി തുടങ്ങാൻ സാധിച്ചു. അതുപോലെ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫ്ലാറ്റ് കിട്ടിയെന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ നാട്ടിൽ 2023 വരുന്ന സമയത്ത് ഞങ്ങൾ 9 മാസത്തോളം റെൻറ്റ് പെൻഡിങ് ഉണ്ടായിരുന്നു. റെൻറ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു തുകയുണ്ടല്ലോ അവിടെ വരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ അത് അടയ്ക്കാനുള്ള മാർഗം കിട്ടുകയും നമ്മൾ അതുപോലെ കടം വാങ്ങിച്ചിരുന്ന പൈസ തിരികെ കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും മാതാമേ എന്ന് പറഞ്ഞ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാറി മൊബൈലിൽ നോക്കിയതും മെസ്സേജ് വരുന്നു, ഇത്ര എമൗണ്ട് ക്രെഡിറ്റായി. അത് വേറൊന്നുമല്ല, LICയുടെ ഒരു മണി ബാക്ക് പോളിസി ഞാൻ വർഷങ്ങളായി എടുത്തിട്ടിരുന്നത്. നമ്മൾ എന്താണ് സഹനത്തിൽ ഏർപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത്, ദൈവം ഉടനടി പരിഹാരം എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും നമുക്ക് ആ സമയത്ത് തന്നെ ഒരു വഴി കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ ആ പൈസ എനിക്ക് ഒന്നിച്ച് വാങ്ങിച്ചവർക്ക് തിരികെ കൊടുക്കാനായിട്ട് സാധിച്ചു. ഇന്നും എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഈ മാതാവ് അപ്പോൾ ഇടപെടുന്നുണ്ട്. എന്തെങ്കിലും ഈശോയിലും മാതാവിലും ഞങ്ങൾ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നു. മസ്കറ്റിലാണെങ്കിലും ഞങ്ങൾ അവിടെ പള്ളിയിൽ പോയി കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾക്ക് കുർബാന കൈക്കൊള്ളാൻ സാധിക്കാറില്ല. എന്നിരുന്നാലും ഞങ്ങൾ ഓൺലൈനിൽ ഗുഡ്നെസ് TV രാവിലെ കുർബാനയുണ്ട്, അത് ഞങ്ങൾ ഓൺലൈനിൽ കൂടാറുണ്ട്. അതുപോലെ ഉടമ്പടി പ്രാർത്ഥന എന്നും മുടങ്ങാണ്ട് ചൊല്ലുന്നു. എല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു. പിന്നെ ഒരുപാട് രോഗസൗഖ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. മോന് തൊണ്ടയിലൊരു മുഴ പോലെ വന്നിരുന്നു, പല്ലിന് ഇൻഫെക്ഷനായിട്ട്. അത് ഞങ്ങൾ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടൊന്നും മാറിയില്ല. പിന്നീട് ഞങ്ങൾ ഉപ്പുവെള്ളം മാതാവിൻ്റെ ഉപ്പിട്ട് ഗാർഗിൾ പിടിക്കുകയും അതുപോലെ തൊണ്ടയിൽ തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ മുഴ ഇല്ലാണ്ടായി. അതുപോലെ എന്ത് അസുഖം വന്നാലും നമ്മൾ മാതാവിൽ ആശ്രയിച്ചിട്ടേ, ഉടമ്പടി വസ്തുക്കളിൽ ആശ്രയിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അത് പ്രാർത്ഥിച്ച് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ അടുത്ത വഴി ചിന്തിക്കാമെന്ന് വെച്ചാൽ അപ്പം നമുക്ക് മനസ്സിൽ തോന്നിക്കും ദൈവം. അല്ലെങ്കിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ടോസ് ഇട്ട് നോക്കും, മാതാവിൻ്റെ മുമ്പിൽ തന്നെ എഴുതും എവിടെ പോകണം, എന്ത് ചെയ്യണം. അപ്പം ഞങ്ങൾ ഏത് വശമാണോ വീഴുന്നത് ആ വഴിക്ക് ഞങ്ങൾ പോകും. അപ്പം മാതാവ് എന്തെങ്കിലും അതിന് വഴിയൊരുക്കി തന്നിട്ട് ഇപ്പോൾ കാര്യം വന്നാലും ഞങ്ങൾ ടെൻഷൻ അടിക്കാറില്ല. കാരണം അതിൻ്റെ അപ്പുറം മാതാവിനൊരു വഴി ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്ത് പ്രയാസം വന്നാലും വേറൊരാശ്രയമില്ല ഞങ്ങൾക്ക് മാതാവ് തന്നെയാണ് എപ്പോഴും ശരണം. ഞങ്ങൾ ഒരുപാട് പേരോട് മാതാവിനെ പറ്റി സംസാരിക്കാറുണ്ട്. അതുപോലെ വാട്സപ്പിലും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും. ഇപ്പോൾ എൻ്റെ കുടുംബക്കാർക്കാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും സുഹൃത്തുക്കൾക്കാണെങ്കിലും എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണെന്ന്. നമ്മുടെ സാക്ഷ്യങ്ങൾ കണ്ടിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട്, നിങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന്. അതുപോലെ ഞങ്ങൾ ചെല്ലുന്ന എല്ലായിടത്തും മാതാവിൻ്റെ ഒരു സാന്നിധ്യം കാണാറുണ്ട്. അത് എക്സ്പെഷ്യലി മസ്കറ്റിലാണെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു പ്രാവശ്യം എനിക്ക് ഹസ്ബൻഡ് എന്നെ പള്ളിയിലാക്കിയിട്ട് പോയി. അന്ന് എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു, ബാലൻസ് ഇല്ല, അങ്ങനെ എന്തോ ഒരു ഇത്. അപ്പോഴത്തേനും എനിക്ക് ഒരു ചേച്ചി അവിടെ നിന്ന് ദൂരെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ തോന്നി മലയാളിയാണ്. എന്തായാലും ഫോണൊന്ന് ചോദിക്കാം, ഹസ്ബൻഡിനെ വിളിക്കാമെന്ന് ഓർത്ത് ആ ചേച്ചി ഫോൺ തന്നു. ഫോൺ തുറന്നതും മാതാവിൻ്റെ ഫോട്ടോയാണ് ആ ചേച്ചിയുടെ ഫോണിൻ്റെ ഇതിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ എവിടെ ചെന്നാലും ഞങ്ങൾക്കൊരു റണ്ണിങ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെയും ഞാൻ ഒരു ചേച്ചിയെ പരിചയപ്പെട്ടു. ആ ചേച്ചി ജസ്റ്റ് അവരുടെ ഫോൺ തുറന്നപ്പോഴും മാതാവ്, എന്ത് ഫംഗ്ഷന് ചെന്നാലും ഒരാളെങ്കിലും മാതാവിൻ്റെ അടയാളത്തിൽ കാണാണ്ടിരിക്കില്ല. അത് കാണുമ്പോൾ നമുക്ക് വളരെ ഒരു പോസിറ്റിവിറ്റിയാണ്. അതുപോലെ നമ്മൾ ആഴ്ചയിൽ കാത്തിരിക്കുന്നത്, നേരത്തെയൊക്കെ ഞായറാഴ്ച ആവാനായിരുന്നു, നാട്ടിലായിരുന്നപ്പോൾ ഒരു ഞായറാഴ്ച നാളെ ഞായറാഴ്ചയാണല്ലോ, അതുപോലെയായിരുന്നു. പുറം രാജ്യത്താണെങ്കിൽ വെള്ളിയാഴ്ച, നാളെ അവധിയാണല്ലോ, അങ്ങനെ ചിന്തിക്കും. പക്ഷെ ഞങ്ങളൊക്കെ ഇന്ന് ചിന്തിക്കുന്നത് ചൊവ്വാഴ്ച ഒന്ന് എത്തിയാൽ മതി, ധ്യാനം ഒന്ന് കണ്ടാൽ മതി. ധ്യാനം കണ്ടില്ലെങ്കിൽ എന്തോ മരുന്ന് കഴിക്കാത്ത ഒരു വെപ്രാളാണ്. ധ്യാനം നമുക്ക് അത്രയും മുടക്കാൻ പറ്റത്തില്ല. ദിവസവും ജോസഫ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കും. ജോസഫ് അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡിലാണെങ്കിലും ജോസഫ് അച്ഛൻ്റെ സൗണ്ട് ഒന്ന് മാറി, എന്തോ കഫക്കെട്ടുണ്ട് അച്ഛന്, എന്തോ പ്രയാസമുണ്ടെന്ന് കാണുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ്. കാരണം അച്ഛന് ഒരാപത്തും വരാണ്ട് നിൽക്കണം, എന്നും ഉണ്ടാവണം. അതാണ് നമ്മുടെയൊക്കെ ആവശ്യം. ഈശോയുടെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നത്. അല്ലാണ്ട് സമ്പത്തോ പണമോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് എല്ലാം വീട് വേണം,
എല്ലാം ഞങ്ങൾക്ക് വേണം ഒന്നേന്ന്. പക്ഷേ എന്നിരുന്നാലും 2 വർഷങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ാക്കും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നമ്മളൊരു പാവപ്പെട്ട ഒരാൾ, ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, എന്ത് പറ്റി, എന്താണ് കാര്യം, നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്ക്, കാശുരൂപമുണ്ടെങ്കിൽ കാശുരൂപം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് സഹായിക്കുക, ഭക്ഷണം കൊടുക്കുക. അങ്ങനെയുള്ള ഒരു മൈൻഡ് തന്നെ അങ്ങനെയായി. ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് കുട്ടികളുടെ അതുപോലെ ഒരുപാട് ആളുകളുടെയൊക്കെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ധ്രുവ് എന്ന് പറഞ്ഞ കൂത്താട്ടോളത്തുള്ള കുട്ടി, അതുപോലെ മിയ, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ SMB 16 കോടിയോളം രൂപ വേണ്ടി വന്നു. ഞാൻ പൈസ എന്നെക്കൊണ്ടാവുന്നത് ഞാൻ സഹായിച്ചു. പിന്നെ ഞാൻ അതുപോലുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് വിട്ട് കളയാൻ പറ്റില്ല. ആർക്കും ഏത് നിമിഷവും അസുഖം വരാം. നമുക്കും മക്കളുള്ളതാണ്. അപ്പോൾ തന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന ചെറിയൊരു ഉപകാരമാണ് അത് ഷെയർ ചെയ്യുക, ഒരാളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അത് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. എന്തായാലും ഞങ്ങൾ മാത്രമല്ല, ഈ ലോകത്ത് പലരും ചെയ്തു. ആ കുഞ്ഞുങ്ങൾക്ക് ആ പൈസ കണ്ടെത്താൻ സാധിച്ചു. അതുപോലെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒരു വിഷമിക്കുന്ന ആളെ കണ്ടില്ല എന്ന് വെച്ച് പോവരുത്. അതെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് കാണിച്ചു തരുന്നതാണ് ഓരോരുത്തരും. നിനക്കത് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ 50 രൂപയുള്ളൂവെങ്കിലും നമ്മൾ അതിൽ നിന്ന് ഒരു 10 രൂപയെങ്കിലും നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ നമ്മൾ ആര് കണ്ടില്ലെങ്കിലും ദൈവം അത് കാണുന്നുണ്ട്. അതിൻ്റെ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഞങ്ങൾക്ക് ദൈവകൃപ ലഭിച്ചെന്ന് ഞങ്ങൾക്ക് സമാധാനമുണ്ട്. ഞങ്ങൾക്ക് പണ്ട് സമാധാനം ഇല്ലായിരുന്നു, ഇപ്പോൾ സമാധാനം. അതെന്താണെന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. സമാധാനം ഇല്ലാത്ത ഒരു ലൈഫ്, വീട്ടിൽ വഴക്ക്, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നമാണ്. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് അസുഖങ്ങൾ എല്ലാവർക്കും വരും. ഇപ്പോൾ പ്രാർത്ഥിച്ചാലും പലരും ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇതിലിടുന്ന കാണാറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മാതാവ് എവിടെയായിരുന്നു ഇത്രയും നാൾ, കൊറോണ വന്നപ്പോൾ എവിടെയായിരുന്നു, മറ്റേ അസുഖം വന്നപ്പോൾ എവിടെയായിരുന്നു എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. അസുഖങ്ങൾ എല്ലായിടത്തും വരും. പക്ഷെ അത് തരണം ചെയ്ത് മുന്നോട്ട് ജീവിക്കുമ്പോഴല്ലേ നമ്മളതിൽ വിജയിക്കുന്നത്. ഇതിൽ ചിലരോട് നമുക്ക് തർക്കിക്കാൻ പറ്റുന്നില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കൃപാസനത്തെ പറ്റി ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോഴും കുറ്റം പറയുന്നുണ്ട്. അതിൽ ഈശോയിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ചിലർ ക്രിസ്ത്യൻസിൽ തന്നെ മാതാവിന് ഇഷ്ടമല്ലാത്തവരും ഉണ്ട്. അപ്പോൾ പലരും പറയും, ഈശോയോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ, മാതാവ് എന്തിനാന്ന്. പക്ഷേ ഓരോരുത്തരുടെയും ഞാൻ പറയുകയാണെങ്കിൽ അനുഭവങ്ങളാണ്. അനുഭവം വരുമ്പം ഈ പറഞ്ഞവരൊക്കെ തന്നെ തിരികെ വരും. മാതാവ് നമുക്ക് വേണ്ടി, നമ്മളിപ്പോൾ ഒരാളോട് പറയാണ്, എടി നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന്. അതുപോലെ നമ്മൾ പറയില്ല, ഈ പറയുന്ന ഈശോയോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നവരാണേലും അവരും പറയാറുണ്ട് അസുഖം വരുമ്പം, എടി നീ എനിക്കും കൂടെ പ്രാർത്ഥിക്കണം, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ മാതാവിനോടും നമ്മൾ പറയുകയാണ്, അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണേന്ന്. അമ്മ പ്രാർത്ഥിക്കുമ്പോൾ അത് എന്തായാലും ഈശോ കേൾക്കാണ്ടിരിക്കത്തില്ലല്ലോ. ഹസ്ബൻഡിന് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു, അതും 15 വർഷമായിട്ട്. നാട്ടിൽ കൊറോണ സമയത്തൊക്കെ വരുമ്പോൾ തലവേദനയായിട്ട് ഛർദ്ദിച്ച് ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കാണ്ട് അത് മാറത്തില്ലായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ ഉടമ്പടി പുള്ളി 2024 ഉടമ്പടി എടുക്കുന്നത്. അതിൽ പിന്നെ ഇന്ന് വരെ തലവേദന വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ആർക്കാണേലും തലവേദന വരും, ജോബ്, പ്രഷർ, മറ്റു കാര്യങ്ങൾ, ഓട്ടം എല്ലാം കൊണ്ടും. ഒമാനിലൊക്കെ ഇപ്പം നല്ല ചൂടാണ്, ചുട്ടുപൊള്ളുന്ന ചൂട്. ആ ചൂടിലൊക്കെ പോകുമ്പോൾ ആർക്കാണേലും തലവേദന വരും. പക്ഷേ അദ്ദേഹത്തെ മൈഗ്രെയിനായിട്ട് ഇന്നേ വരെ ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടതോ മൈഗ്രെയിൻ്റെ മരുന്ന് കഴിക്കേണ്ടതോ ആയിട്ടുള്ള ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അത് മൈഗ്രെയിൻ പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് മൈഗ്രെയിൻ മാറി കിട്ടി. മൈഗ്രെയിൻ വന്നുള്ള അവസ്ഥ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു രോഗസൗഖ്യം കിട്ടിയത് തന്നെ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആണ്. പിന്നെ കുഞ്ഞിനെ ലഭിക്കാനായിട്ട് ഉടമ്പടി വസ്തുക്കൾ ഞങ്ങൾ നിരന്തരം ഉപയോഗിച്ചിരുന്നു, വചനങ്ങൾ എഴുതി പ്രാർത്ഥിച്ചിരുന്നു. എല്ലാം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ചത്. കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഇനിയും അടുത്ത വർഷം ഞങ്ങൾ ഇനി നാട്ടിൽ വരണമെന്ന് കരുതുന്നു. അപ്പോഴും ഞങ്ങൾ സാക്ഷ്യം പറയാനായിട്ട് വരുമെന്ന് ഇപ്പോഴേ ഞങ്ങൾ മാതാവിന് നേർച്ച നേരുന്നു. താങ്ക് യു മാതാവേ. 139 സങ്കീർത്തനം 5-ാം തിരുവചനം. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു, എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ്. അഖില മനീഷ് എന്ന ഈ കുടുംബത്തിൻ്റെ വളരെ ശക്തവും തീക്ഷ്ണവും മനോഹരവുമായ ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിനെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നാം നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്നു. ഉടമ്പടി എടുത്തതു മുതൽ അവരുടെ ജീവിതഭാരം ലഘൂകരിച്ചു കൊടുത്ത, ജീവിതഭാരം എല്ലാം തന്നെ മാറ്റിക്കൊടുത്ത് പരിശുദ്ധ അമ്മ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഈശോ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തതിൻ്റെ വലിയ വിവരണമായിരുന്നു അഖില മനീഷ് ഇവിടെ ഏറ്റുപറഞ്ഞത്. 7 മാസം പ്രായമുള്ള കുഞ്ഞ് വയറ്റിൽ കിടന്ന് ആ നഷ്ടപ്പെട്ടത് അറിയാതെ
അത് 4 ദിവസം കഴിഞ്ഞ് ഒരു സ്കാനിങ്ങിലൂടെ അറിഞ്ഞപ്പോൾ തന്നെ വളരെ ബാലൻസ്ഡോടുകൂടി പരിശുദ്ധ അമ്മ കുരിശിന് താഴെ നിന്നതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീയായി ഇന്ന് അഖില ഇവിടെ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയുള്ള ഈശോ നൽകിയിട്ടുള്ള വലിയ അഭിഷേകത്തിൻ്റെ ശക്തിയാലാണെന്ന് ഇവർക്ക് ഏറ്റുപറയാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ഒരു കൈവെപ്പ് ഇവരുടെ ജീവിതത്തിൽ ഉടമ്പടി ചെയ്തത് മൂലമുണ്ടായി എന്ന് ഇവർ ഏറ്റുപറയുകയാണ്. എവിടെ ചെന്നാലും പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ കാശുരൂപമോ അല്ലെങ്കിൽ അമ്മയുടെ ഛായാചിത്രം അല്ലെങ്കിൽ ഉടമ്പടി ചെയ്തവരുമായിട്ടുള്ള സംഭാഷണം, ഇവിടുത്തെ കൃപാസനം പത്രിക, അങ്ങനെ എപ്പോഴും പരിശുദ്ധ അമ്മയുമായി ഈശോയിലേക്ക് ഒന്നു ചേരാനുള്ള ഒരു വലിയ അഭിഷേകം ഈ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നതായി ഇവർ ഏറ്റുപറയുകയാണ്. ഏതെല്ലാം അപകടങ്ങളിൽ അവർ ചെന്നുപെട്ടു, അപ്പോഴെല്ലാം മനീഷിനെ ഒരു കള്ളക്കേസിൽ പെടുത്തിയെങ്കിലും ആ ഒമാനി തന്നെ വന്ന് അവരോട് മാപ്പ് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയുണ്ടായി. അതിനാണ് ഈശോ നമുക്ക് വേണ്ടി വില കൊടുത്ത് കുരിശിൽ മരിച്ചതിൻ്റെ ഒരു വലിയ വിശേഷവിധിയായി ഇവർ ചെയ്തത്. ആ ക്ഷമ ചോദിച്ച വ്യക്തിയോട് ക്ഷമിക്കുകയും അതുപോലെ തന്നെ അവർക്കായുള്ള മറ്റ് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള വലിയ കൃപ അവർക്ക് ലഭിച്ചു എന്ന് ഇവരിവിടെ ഏറ്റുപറയാണ്. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന വളരെ വിശേഷവിധിയായി ഈശോ ചോദിക്കാൻ പോകുന്ന ചോദ്യം അതാണ്, വിശേഷവിധിയായി നിങ്ങൾ എന്ത് ചെയ്തു? ഇവർ ഓൾറെഡി അത് അവരുടെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ സാക്ഷ്യം നമുക്ക് മനസ്സിലാകാം. അതുപോലെ തന്നെ ഇവർ ഒരുപാട് കാര്യങ്ങൾ സാക്ഷ്യം കൗണ്ടറിൽ ഏറ്റുപറഞ്ഞെങ്കിലും വളരെ ടച്ച് ചെയ്തൊരു കാര്യം ഇതാണ്, ഇവരുടെ വീടിൻ്റെ ചാവി താക്കോൽ അവർക്ക് കിട്ടിയത് ഡിസംബർ 7, 2030 അവർക്ക് ചാവി കിട്ടിയതെന്ന് അഖില പറയാൻ വിട്ടുപോയതാണ്. അവർക്കത് വളരെ ഒരു അഭിഷേക സമയമായിട്ട് തോന്നി. അവർ ചെന്ന് കണ്ട ആ വീട്, അവർ താമസിക്കുന്ന വീട് ഇന്നൊരു ഗ്രേ കളറിലാണ്. എല്ലാം പരിശുദ്ധ അമ്മ തന്നെ നൽകിയ ഒരു കൈവെപ്പുള്ള അനുഭവ സാക്ഷ്യത്തിന് നമുക്ക് ഈശോയ്ക്കും നന്ദി പറയാം. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളിലെ സൗഖ്യങ്ങൾ, 15 വർഷമായിട്ടുള്ള മനീഷിൻ്റെ മൈഗ്രെയിൻ, കുഞ്ഞിൻ്റെ ശരീരത്തിൽ വന്ന കുരുക്കൾ, അതുപോലെ അഖിലയ്ക്കും അങ്ങനെ ചില കുരുക്കൾ ശരീരത്തിൽ വന്ന എല്ലാം തന്നെ ഉടമ്പടി തൈലത്തിലൂടെ നേർച്ച വസ്തുക്കളിലൂടെയാണ് അവർ വിശ്വാസ പ്രമാണം ചൊല്ലി അക്രൈസ്തവരായ മക്കളാണ്. അതുപോലെ അഖില വളരെ പ്രോംപ്റ്റഡായി ഈശോയെ കളിയാക്കുന്നവരെ, ഈശോയെ കുറ്റം പറയുന്നവരെ, മാതാവ് എവിടെയായിരുന്നു, ഈശോ എവിടെയായിരുന്നു എന്നെല്ലാം നിരീശ്വരത്തിലൂടെ ചോദിക്കുന്നവർക്കെല്ലാം അഖിലയ്ക്ക് തൻ്റെ ജീവിതം തന്നെ സാക്ഷ്യമായിട്ട് പറയാനുള്ള വലിയൊരു അനുഗ്രഹം അവർക്ക് ലഭിച്ചിരിക്കുന്നു. ഒരു ദിവസം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ കുർബാന മധ്യേ നമ്മോട് പറയുകയുണ്ടായി, പത്രം കൊടുക്കുമ്പോൾ പത്രം വെറുതെ കൊടുക്കുന്നത് ഒരു പിച്ചള എന്ന ലോഹമാണ്, പറഞ്ഞു കൊടുക്കുന്നത് വെള്ളിയാണ്, സ്വന്തം അനുഭവം വിവരിച്ചു കൊടുക്കുന്നത് സ്വർണ്ണമാണ്. ഇന്ന് അഖിലയ്ക്കും മനീഷിനും ഒരു സ്വർണം കൊടുക്കുന്നത് പോലെ, ഈശോയ്ക്ക് സമ്മാനം കൊടുക്കുന്നത് പോലെയാണ്. ഈശോ ജനിച്ചപ്പോൾ സമ്മാനം കൊടുത്തത് പൂജ്യരാജാക്കൾ കൊടുത്തതുപോലെ വളരെ അമൂല്യമായി അവർ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനമാണ് അവർക്ക് ഏറ്റവും വലിയ വിശേഷവിധിയായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഇവരുടെ സാക്ഷ്യത്തിന് വേണ്ടി നന്ദി പറയുന്നതോടൊപ്പം സമാനമായ ജീവിത പ്രതിസന്ധികളിലൂടെ പ്രവാസികളായി കഴിയുന്ന മക്കളുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു സമാജീസൻ. ഞാൻ എരുമേലിയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ മോൻ അലൻ. ഞാൻ 2023 മെയ്യിലാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. പല പ്രാവശ്യം ഇതുവഴി വന്നിട്ടുണ്ടെങ്കിലും കൃപാസനത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും എനിക്ക് സാധിക്കാറില്ലായിരുന്നു. പോകാനായിട്ട് എല്ലാം തയ്യാറായി വന്നാലും തക്ക സമയമാകുമ്പോൾ ഏതെങ്കിലും കാരണത്തിൽ മുടങ്ങി പോകാറായിരുന്നു പതിവ്. അപ്പം അങ്ങനെ ഇരിക്കെ നിങ്ങൾ സാമ്പത്തികമായിട്ടോ ഒരുപാട് ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ്. അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത്, നീ കൃപാസനത്തിൽ പോകും, അവിടെ വന്നാൽ നിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം. അപ്പോൾ എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ ഒഴിയുമായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് എൻ്റെ ചേച്ചിയാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു. നിങ്ങൾ സ്വാഭാവികമായിട്ടും മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ ഒരു ഭക്തിയാണ് ഞാൻ. യേശുവിനോടും പ്രാർത്ഥിക്കും, വിശ്വാസമുണ്ട്. അങ്ങനെ ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടതായ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ വളർന്നു വരുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷമാണ് പ്രാർത്ഥന എന്താണെന്നും യേശുവിനോടുള്ള എങ്ങനെ പ്രാർത്ഥിക്കണം എന്താണ് അതിന് കൂടുതൽ ആഴപ്പെട്ടത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമായിരുന്നു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കൂടുതൽ ആഴപ്പെട്ടത്.
അപ്പോൾ അങ്ങനെ ഇരിക്കുക ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി കഴിഞ്ഞ് അത് ആദ്യമായിട്ട് ഒരു മാതാവിൻ്റെ ഒരു അനുഭവം എനിക്ക് കിട്ടിയതെന്ന് പറയാൻ, ഞാനും എൻ്റെ മൂത്ത മോനും കൂടെ ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞങ്ങളുടെ ബൈക്ക് പെട്ടെന്ന് മുന്നിൽ പോയ ഒരു വാഹനത്തിന് ചെന്ന് ഇടിച്ചു. ഞങ്ങൾ രണ്ടുപേരും റോഡിലേക്ക് തെറിച്ചു വീണു. ബൈക്ക് ഒരു സൈഡിലേക്ക് പോയി. അപ്പോൾ പെട്ടെന്ന് സൈഡിൽ കൂടെ ഒരു ബസ് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം റോഡിൻ്റെ സെൻറ്ററിലായിട്ടായിരുന്നു ഞങ്ങൾ കിടന്നത്. ആ ബസ് വന്ന ആ സമയം പെട്ടെന്ന് മാതാവേ എന്നൊന്ന് വിളിക്കാനുള്ള സമയം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ബസ് വന്ന് സൈഡിൽ കൂടെ പോയി. എന്തൊക്കെയോ സംഭവിച്ചു എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ആരൊക്കെയോ പെട്ടെന്ന് ഓടിക്കൂടി ഞങ്ങളെ പെട്ടെന്ന് എടുത്ത് അടുത്തുള്ളൊരു വീട്ടിലേക്ക് ആക്കുകയാണ് ആദ്യം ചെയ്തത്. അപ്പോൾ നോക്കിയപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് വലിയ പരിക്കുകളൊന്നുമില്ല, ഒരിടത്തും രക്തം പൊടിഞ്ഞിട്ടില്ല എന്നൊക്കെ മനസ്സിലായി. എനിക്ക് ചെറുതായ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു, മോനൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ വീട്ടിലെ ചേച്ചി പെട്ടെന്ന് മാതാവിൻ്റെ തൈലം എടുത്തുകൊണ്ട് വന്ന് എൻ്റെ നെറ്റിയിൽ പുരട്ടി, മോൻ്റെയും നെറ്റിയിൽ പുരട്ടിയ ശേഷം ഒരു കാശുരൂപ എടുത്ത് ഞങ്ങളെ മുതിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോയിരുന്നു, ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞങ്ങൾക്കും ഇതൊക്കെ കിട്ടിയിരുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് എവിടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. ഈ ഉടമ്പടി വസ്തുക്കൾ കാശുരൂപ ഒന്നും ഞാൻ കൈ കരുതിയിരുന്നില്ലായിരുന്നു. ഇതായി പറഞ്ഞാൽ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നോ ഉടമ്പടി വസ്തുക്കൾ എങ്ങനെ ഉപയോഗിക്കണമെന്നോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കാതെ ആയിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയത്. എങ്കിലും മാതാവ് ആ അപകടമുണ്ടായ സമയത്ത് നമ്മളെ രക്ഷിച്ചു. അതായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയ അനുഭവം. പിന്നീട് എനിക്ക് ഉണ്ടായ സാക്ഷ്യം പറയാനുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേഴ്സിങ് ഫിസിയോതെറാപ്പി ഒക്കെ പാസ്സായ ആളാണ്. പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റുകൾ SSLC ബുക്കടക്കം എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം എനിക്ക് നഷ്ടമായി പോയിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് രണ്ടാമതൊരു ജോലി കിട്ടുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നതും ഇതിനെക്കുറിച്ച്. അപ്പം സർട്ടിഫിക്കറ്റുകൾ നഷ്ടമായ സ്ഥിതിക്ക് ഞാൻ ഇനിയും ജോലിക്ക് പോകാനായിട്ട് ശ്രമിച്ചാലോ അതൊട്ടും നടക്കില്ലല്ലോ. അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അമ്മേ നമ്മളേക്കാൾ ഉടമ്പടി എടുത്തതല്ലേ, നമുക്ക് പ്രാർത്ഥിച്ച അമ്മയ്ക്ക് ഏകദേശം ഒരു അറിവ് വെച്ച് ആ സ്ഥലത്തൂടെ എല്ലാം നമുക്കൊന്ന് തപ്പാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരിയെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അവളോട് ചോദിച്ചാൽ ഏകദേശം ഒരറിവ് കിട്ടും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ കൂട്ടുകാരി കുറച്ച് കാലം വിവരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അറിഞ്ഞു ആ കൂട്ടുകാരിക്ക് ക്യാൻസറാണ്, അവൾ അവിടെങ്ങും ഇല്ല എന്നുള്ള ഒരു അറിവ് കിട്ടി. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. അങ്ങനെ 18 വർഷമാണ് എൻ്റെ മുന്നിൽ മിസ്സായത്. സർട്ടിഫിക്കറ്റ് പോയി എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. എനിക്ക് SSLC ബുക്ക് അടക്കമുള്ളതാണ്, മുന്നോട്ടുള്ള ഒരു ഭാവിക്കും എനിക്ക് സാധ്യമല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അപ്പോൾ എൻ്റെ മോൻ കുഞ്ഞായിരുന്ന സമയത്ത്, മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരു സീപ്പറെ പരിചയപ്പെട്ട സമയത്ത് ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ആ സീപ്പർ എൻ്റെ ഈ കൂട്ടുകാരിയെക്കുറിച്ച് ഒരിക്കൽ എന്നോട് പറയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ജോലിയിലുണ്ടായിരുന്ന ആളാണ് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഈ സീപ്പറെക്കുറിച്ച് ഓർമ്മ വന്നു, ഇങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ. പക്ഷെ അന്നു മുതൽ ഞങ്ങൾ ഈ സീപ്പറെ അന്വേഷിച്ച് നടപ്പായി. അടുത്തുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ഞാൻ പോയി, ഇങ്ങനെ ഒരാളുണ്ടോ, ഷീല എന്നാണ് ആ ചേച്ചിയുടെ പേര്. അപ്പോൾ ഈ ഷീല എന്ന പേരിൽ ഒരാളുണ്ടോ എന്ന് അന്വേഷിച്ച് പോയി. ഒരു ഹോസ്പിറ്റലിലും അവരെ കണ്ടെത്താനായില്ല. അങ്ങനെ അത് പോയി 18 വർഷങ്ങൾക്ക് ശേഷം, ഉടമ്പടി എടുത്തതിൻ്റെ ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ അടുത്തുള്ള ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞിട്ട്, അന്ന് ഈ സർട്ടിഫിക്കറ്റുകൾക്ക് ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ സർട്ടിഫിക്കറ്റുകൾ എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ച് കിട്ടണമെന്ന്. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും ആ ചേച്ചിയെ ഒന്ന് കണ്ടു കിട്ടിയാൽ എനിക്കിത് കിട്ടും. പക്ഷേ ആ ചേച്ചിയെ എവിടെ പോയി തപ്പും, വർഷം 18 കഴിഞ്ഞില്ലേ, എവിടെ പോയി തപ്പാനാ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ആദ്യമേ ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ മുന്നിലായിട്ടൊരു ഓട്ടോ ഓവർടേക്ക് ചെയ്തു പോയി. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം ഓവർടേക്ക് ചെയ്ത് പോയി. പെട്ടെന്ന് ഞങ്ങൾ ബൈക്ക് നിർത്തിയപ്പോൾ ഉണ്ട് ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് ആ ചേച്ചിയായിരുന്നു. 18 വർഷങ്ങൾക്ക് ശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന ശേഷം ആ ചേച്ചിയെ വീണ്ടും പെട്ടെന്ന് അന്നേരം കണ്ടുമുട്ടുമായിരുന്നു. മാതാവ് എൻ്റെ മുന്നിൽ ആ ചേച്ചിയെ കൊണ്ടുവന്ന് തരികയായിരുന്നു. പെട്ടെന്ന് ഞങ്ങളും ഇറങ്ങി, ആ ചേച്ചിയും ഇറങ്ങി. ചേച്ചിക്ക് നല്ല പരിചയമുള്ളതാണ്. ഞങ്ങൾ കുറേ നേരം കെട്ടിപ്പിടിച്ച് വഴിയരിയിൽ നിന്നു. കാരണം അത്രയ്ക്ക് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലായിരുന്നു. എനിക്ക് കരച്ചിൽ വന്നു, ഞാൻ നന്നായിട്ട് കരഞ്ഞു. ആ ചേച്ചി അതിന് ശേഷം അവിടുന്ന് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ എനിക്ക് എൻ്റെ ആ കൂട്ടുകാരിയുടെ നമ്പർ തന്നു കഴിഞ്ഞിട്ട് എനിക്ക് ആ നമ്പറിൽ വിളിക്കാൻ എനിക്ക് പേടിയായിരുന്നു. വിളിക്കുമ്പോൾ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റുകളെക്കുറിച്ച് ഒരറിവുമില്ല എന്നാണ്
അവൾ പറയുന്നതെങ്കിൽ എനിക്കത് താങ്ങാൻ പറ്റുമോ, അങ്ങനെ ഓർത്ത് ഞാൻ വിളിക്കാതിരുന്നു. അവസാനം ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു. ബൈബിൾ വായിച്ച ശേഷം ഞാൻ ആ കൂട്ടുകാരിയെ വിളിച്ചപ്പം പറഞ്ഞു, നിൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം എൻ്റെ അടുത്ത് ഭദ്രമായിട്ടിരിപ്പുണ്ട്, നീ സ്ഥാപനത്തിൽ നിന്ന് പോന്നു കഴിഞ്ഞു, തിരിച്ച് സ്ഥാപനം വേറൊരു ട്രസ്റ്റ് ഏറ്റെടുത്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പഴയ ആൾക്കാരും പഴയ സർട്ടിഫിക്കറ്റുകളും എല്ലാം അവരൊഴിവാക്കി പുതിയ സ്റ്റാഫിനെ എല്ലാമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കുറേ പേരുടെ സർട്ടിഫിക്കറ്റുകളും എല്ലാം കുറേ പേർക്ക് മിസ്സായിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. അങ്ങനെയാണ്, പക്ഷേ നിൻ്റേത് സർട്ടിഫിക്കറ്റുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നവൾ പറഞ്ഞു. പിന്നെ ഞാനും മോനും കൂടെ പോയി ആ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി കൊണ്ടുവന്നു. ഞാൻ എന്നാണേലും സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ഒരു ജോലിയിൽ പ്രവേശിച്ചു. ഇന്ന് ഞാൻ ആ ജോലി ചെയ്യുന്നുണ്ട്. മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. 18 വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ടു പോയ ആ സർട്ടിഫിക്കറ്റുകളെല്ലാം തിരിച്ചു തന്ന് ഇന്ന് ഞാൻ ജോലിയിൽ തുടരുന്നു എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഇടയിലായിട്ടുള്ള കാര്യമാണ്. ഇത് എൻ്റെ മോന് അലൻ, ഇവന് പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പോൾ ഈ ജോലി എനിക്ക് കിട്ടുന്നതിന് മുന്നേ ആണത്. ആ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെയേറെ നന്നായിട്ട്, ബസ് കൂലി കൊടുക്കാൻ പോലും പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരവസരത്തിലായിരുന്നു. ഇവനാണെങ്കിൽ സാമാന്യം നല്ല ഉഴപ്പുണ്ടായിരുന്നു. ഉഴപ്പെന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ പോകാൻ കൂട്ടാക്കാതിരിക്കുക, പഠിക്കാതിരിക്കുക, രാവിലെ എണീക്കാതിരിക്കുക, അങ്ങനെയുള്ള സർവ്വ ഗുരുത്തക്കേടുകളും കയ്യിലുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കും. ഒരു ദിവസം പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ബസ് ഫെയർ കൊടുക്കാനായിട്ട് പൈസ ഇല്ല വന്നപ്പോൾ ഞാൻ അടുത്ത വീട്ടിലെ ഒരു കുട്ടിയോട് ഞാൻ ചില്ലറ പൈസ, അവൻ കുടുക്കയിൽ സൂക്ഷിച്ചിരുന്ന പൈസ വാങ്ങിയിട്ടാണ് ഞാൻ ഇവന് ബസ് ഫെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസയുമായിട്ട് ഇവൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടില്ല. അവൻ ആ പൈസ എടുക്കാതെ അവൻ അവിടെ വെച്ചിട്ട് അവൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയേറെ സങ്കടം തോന്നി. ഞാൻ അന്ന് മാതാവിൻ്റെ മുന്നിൽ, അപ്പം ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ സമയത്താണ്, മാതാവിൻ്റെ മുന്നിലിരുന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. ഒത്തിരി എനിക്ക് സങ്കടം സഹിക്കാനാവാതെ വന്നു. അങ്ങനെ ഒരുപാട് കരഞ്ഞ ശേഷം ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് ഒരു 100 രൂപ വാങ്ങി ഞാൻ എപ്പോഴും പോകാറുള്ള, സങ്കടം വരുമ്പോൾ ഓടിപ്പോകാറുള്ള മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട്, ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി, പഴയ പള്ളി, അക്കരപ്പള്ളി എന്ന് ഞങ്ങൾ പറയും. ആ പള്ളിയുണ്ട്. അവിടെ പോയി മാതാവിനോട് ഒത്തിരി സങ്കടം പറഞ്ഞിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു, എനിക്കിവനെ പ്ലസ് 2 മൊത്തം ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ, അവന് വണ്ടിക്കൂലി കൊടുക്കാനുള്ള പൈസ മാത്രം മതി, കൂടുതലൊന്നും വേണ്ട. അതിനുള്ള ഒരു വരുമാനം എനിക്ക് സംഘടിപ്പിച്ച് തരണം. അതിനുള്ള ഒരു വരുമാനത്തിനുള്ള എന്ത് ജോലി ആയാലും വേണ്ടുകയില്ല. അപ്പോൾ എനിക്ക് മറ്റേ ആദ്യം പറഞ്ഞ ജോലി കിട്ടുന്നതിന് മുന്നേ ആയിരുന്നു. എന്ത് ജോലി ആയാലും വേണ്ടുകയില്ല, എനിക്കത് സാറിനൊന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച്, സാധാരണ എന്നും ഞങ്ങൾ ഈ പള്ളിയിൽ വന്നിട്ട് പോകാറുള്ള ഒരു ബസ്സുണ്ടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ചെല്ലുമ്പോൾ എനിക്ക് ആ ബസ് മിസ്സായിപ്പോയി. ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തിരുന്ന് അടുത്ത ബസ്, പിന്നെ 2 ബസ് പിടിക്കണം. അടുത്ത ബസ്സിന് കയറി സ്റ്റാൻഡിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു പഴയൊരു കൂട്ടുകാരിയെ കണ്ടു. ആ കൂട്ടുകാരി ഒരു ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, ചേച്ചി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ചേച്ചി എന്ത് ചെയ്യുന്നു? അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം വർക്കൊന്നുമില്ല, എന്ത് വർക്ക് കിട്ടിയാലും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. എങ്കിൽ ചേച്ചി എൻ്റെ ക്ലിനിക്കിലേക്ക് പോരുന്നോ എന്ന് ചോദിച്ചു. ആ നിമിഷം ഞാൻ മാതാവിൻ്റെ മറ്റൊരു മുഖം കാണുമായിരുന്നു അവിടെ. രാവിലെ മാതാവിനോട് അത്രമേൽ സങ്കടപ്പെട്ട് ഞാൻ കരഞ്ഞു ചോദിച്ചു, എനിക്ക് വണ്ടിക്കൂലി കൊടുക്കാനുള്ള പൈസയ്ക്കുള്ള വരുമാനം മാത്രം കിട്ടിയാൽ മതി. വൈകുന്നേരം മണിക്കൂറുകൾ കഴിയുന്നതിന് മുന്നേ മാതാവ് എനിക്ക് അതിനോടൻ പരിഹാരം ഉണ്ടാക്കി തന്നു. പിറ്റേ ദിവസം രാവിലെ 10 മണിയാകുമ്പോഴത്തേനും ക്ലിനിക്കിലേക്ക് വരാൻ പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം പോകാൻ എനിക്ക് ഭയങ്കര പേടി. കാരണം എനിക്ക് ആയുർവേദത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല. നേഴ്സിംഗ് അറിയാം, പക്ഷേ എങ്കിലും ആയുർവേദം അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഫാർമസി നിൽക്കുമ്പോൾ മരുന്നെടുത്ത് കൊടുക്കാനൊക്കെ എങ്ങനെ സാധിക്കും? പക്ഷേ ഇത് എന്താ ചെയ്യുക, ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എന്ത് ചെയ്യും എന്ന് ഞാൻ പേടിച്ചു പോയി. അവിടെ ക്ലിനിക്കിനടുത്ത് എത്താറായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കയറി. എന്നോടൊന്നും ചോദിച്ചില്ല. എന്നോട് ചോദിച്ചു എന്താണ് ക്വാളിഫിക്കേഷൻ ഉള്ളതെന്ന് ചോദിച്ചു. നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ടല്ലേ, എന്നാൽ പിന്നെ ഇവിടെ നിൽക്കാൻ എളുപ്പമുണ്ടല്ലോ, അത്രയും മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. ഞാൻ അന്ന് മുതൽ ആ സ്ഥാപനത്തിൽ ജോലിക്കായിട്ട് കയറി. അന്ന് തന്നെ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ ഒരു ചീട്ട് കൊണ്ടുവന്ന് തരികയായിരുന്നു. ചീട്ട് കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ അതൊന്ന് നോക്കിയിട്ട് ആകെപ്പാടെ ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിൽ ഞാൻ നിൽക്കുക. എനിക്കൊന്നും അറിയില്ല, മരുന്ന് എവിടെ ഇരിക്കുന്നെന്നോ ഇതെന്താണെന്നോ ശരിക്കും വായിക്കാൻ പോലും കിട്ടുന്നില്ല. സംസ്കൃതമാണത്. ഇംഗ്ലീഷിൽ സംസ്കൃതം അങ്ങനെ ആക്കിയിരിക്കുന്നതാണ്. നാവിന് വഴങ്ങുന്നില്ല വായിക്കാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഒരു തരത്തിൽ വായിച്ചെടുത്തിട്ട് മരുന്ന് നോക്കിയപ്പം എനിക്ക് കിട്ടുന്നില്ല. അത് ഇവിടുത്തെ ആദ്യത്തെ റാക്കിൽ നോക്കി, രണ്ടാമത്തെ റാക്കിൽ നോക്കി, അങ്ങനെ കൈ തട്ടി ഇങ്ങനെ റാക്ക് വഴി തപ്പിപ്പോകുന്ന അവസരത്തിൽ എൻ്റെ കൈ തട്ടി ഒരു ബോക്സ് താഴെ വീണു. ഞാൻ ആ ബോക്സ് മൈൻഡ് ചെയ്യാതെ അടുത്ത റാക്കിൽ പോയി. അവിടെ ചെന്നിട്ടും എനിക്ക് കിട്ടിയില്ല.
എന്നിട്ട് ഞാൻ തിരിച്ചു വന്ന് വേറൊരു മരുന്നിരിക്കുന്ന സ്ഥലമുണ്ട്, സ്റ്റോക്ക് ഇരിക്കുന്ന സ്ഥലം, അവിടെയും കൂടെ നോക്കാമെന്ന് കൊണ്ട് വെച്ചപ്പോൾ ഈ താഴെ പോയ മരുന്ന് എടുത്ത് വെച്ചിട്ട് പോകാമെന്ന് കരുതി താഴെ പോയ ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ ഈ പേഷ്യൻ്റ് വന്ന് നിൽക്കുന്ന പേഷ്യൻറ്റിന് കൊടുക്കാനുള്ള മരുന്നായിരുന്നു അത്. അങ്ങനെ അമ്മ മാതാവ് ആദ്യമേ എന്നെ ആ വലിയ നാണക്കേടിൽ നിന്നും രക്ഷിച്ചു. പിന്നീട് അങ്ങോട്ട് എനിക്ക് ഭയങ്കര ധൈര്യമായി. പിന്നെ ഒരു വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തു. ഒരൊറ്റ മരുന്നും എനിക്ക് മിസ്സായിട്ടില്ല. ചീട്ട് കിട്ടുമ്പം തന്നെ എനിക്ക് കൊടുക്കാം. കാരണം ആദ്യത്തെ മരുന്ന് കൊടുത്തത് മാതാവാണ്. അതെനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ പ്ലസ് ടുവിൻ്റെ ഒരു വർഷക്കാലം കഴിഞ്ഞു. പ്ലസ് ടുവിൻ്റെ അത്യാവശ്യ ഉഴപ്പുകൾ വീണ്ടും തുടങ്ങി. ഞങ്ങൾ പള്ളിയിൽ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെയൊക്കെ ഞാൻ ബലം പിടിച്ചായിരുന്നു ഞാനിവിടെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. 2 തവണ ഞാൻ അങ്ങനെ ബലമായിട്ട് ഞാനിവനെ ഇവിടെ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ പ്രാർത്ഥന ഞാൻ നന്നായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ 3 വിഷയത്തിന് ഫെയിലായി. എനിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നത്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങി, 90 മേൽ മാർക്ക് വാങ്ങി ജയിച്ച കുട്ടിയാണ്. അപ്പോൾ അവൻ ഫെയിലാകേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഉഴപ്പും കൊണ്ട് അത് ഫെയിലായി. എനിക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറം സങ്കടമായിരുന്നു. ഓരോ തവണയും ഞാൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ മാതാവിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് ഞാൻ സങ്കടപ്പെടും. എങ്കിലും മാതാവേ ഇത് വേണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ പറയും, മാതാവേ എന്തിനാണ് ഇത്രയും ഒക്കെ ചെയ്തിട്ടും എന്തിനാണ് ഇക്കാര്യത്തിൽ എനിക്ക് ഇങ്ങനെയൊരു ഇത് വന്നതെന്ന് ഞാൻ മാതാവിനോട് സങ്കടം പറയും. ആ സങ്കടം പറയുന്ന അവസരത്തിലെല്ലാം മാതാവിൻ്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയാണ് ഞാൻ കാണുന്നത്. അത് കാണുമ്പോൾ ഞാൻ വീണ്ടും ഓർക്കും, മാതാവ് എന്താ ഇങ്ങനെ, ഞാൻ ഇത്രയും സീരിയസ് ആയ കാര്യം പറയുമ്പോൾ മാതാവ് ഇത്രയും നിസ്സാരമായിട്ട് അതിനെ തള്ളി എന്നെ നോക്കുന്നത് എന്താ അങ്ങനെ. അപ്പം 2ാമത് സപ്ലി എഴുതുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇവൻ സമ്മതിക്കില്ല. ഇവൻ പറഞ്ഞു ഞാൻ 1 വർഷം കൂടെ, അടുത്ത വർഷം എഴുതുന്നുള്ളൂ. അപ്പോൾ 1 വർഷം കളയുന്ന കാര്യം ചിന്തിക്കാൻ വയ്യ. അവസാനം ഞാൻ മാതാവിനോട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, അവൻ്റെ മനസ്സ് മാറ്റി കൊടുക്കണമെന്ന്. അങ്ങനെ സപ്ലിയുടെ അപേക്ഷ വെപ്പിച്ചു എന്തായാലും. പക്ഷേ പഠിക്കാൻ അവൻ തയ്യാറാകുന്നില്ല. അങ്ങനെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് വന്ന് പറഞ്ഞു, അമ്മേ ഞാൻ സപ്ലി എഴുതാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ അവനെയും കൂട്ടി ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന് തിരിച്ചു പോയ ആ സമയം അവൻ പറഞ്ഞു, അമ്മേ ഞാൻ സപ്ലി എഴുതാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പിന്നെ 2 വർഷം പഠിച്ചിട്ട് പാസ്സാകാത്ത അവൻ വെറും 19 ദിവസം കൊണ്ട് അവൻ പഠിച്ച് 3 വിഷയത്തിനും 3 വിഷയത്തിനും നല്ല മാർക്ക് വാങ്ങി പാസ്സായി. ഇപ്പോൾ നഴ്സിംഗ് വിദ്യാർത്ഥിയായിട്ട് പഠനം തുടരുകയാണ്. അത് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ മാതാവ് അതുപോലെ തന്നെ എനിക്ക് ഇതിനിടയ്ക്ക് ഒരു വലിയൊരു അസുഖം ഉണ്ടായി. പെട്ടെന്ന് നിന്ന നിപ്പിൽ എനിക്ക് മുഖമെല്ലാം ഒരു വശത്തേക്ക് കൂടിപ്പോയി, കൈക്ക് അനക്കാൻ വയ്യാണ്ടായി. ഏകദേശം ഒരു പാരലൈസ്ഡിൻ്റെ ഒരു ഭാഗത്തെത്തിയ ഒരു കണ്ടീഷനായിരുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ MRI എടുക്കണമെന്ന് പറഞ്ഞു. ആകെപ്പാടെ പേടിച്ചു പോയി. എന്താ ചെയ്യുക, എങ്ങനെയാ ഇത് പാരലൈസ്ഡ് സ്ട്രോക്ക് ആണോ എന്നുള്ള, മുഖമൊക്കെ ഒരു വശത്തേക്ക് പോയി, കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഉള്ള ഇത് MRIക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായ ശ്വാസമുട്ടലുണ്ടായി. MRI പൂർത്തിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സിസ്റ്റർമാരോട് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ കാശ് രൂപമുണ്ട്, എനിക്കത് തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ MRIക്ക് കയറ്റുന്ന സമയത്ത് യാതൊരു സാധനങ്ങളും പാടില്ല എന്നും പറഞ്ഞ് എൻ്റെ കഴുത്തിൽ നിന്ന് കൊന്ത, അതുപോലെ മാല, അതെല്ലാം ഊരിച്ചിരുന്നു. അപ്പോൾ അതിലുള്ള കാശ് രൂപ അവർ തരാൻ തയ്യാറായില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളതൊന്ന് തന്നേരെ, എൻ്റെ ഈ ബെഡ് ഇതിൻ്റെ അടുത്തൊന്ന് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഉടനെ അതിലൊരു സിസ്റ്റർ പറഞ്ഞു, ചേച്ചി എടുത്തോ എന്നും പറഞ്ഞിട്ട് ആ കാശ് രൂപ എനിക്ക് തന്നു. ആ കാശ് രൂപ എടുത്ത് തന്നു. ഞാനത് എൻ്റെ അടുത്ത് തന്നെ വെച്ചു. പിന്നീട് ആ MRI എടുത്ത സമയത്തൊന്നും ഞാനൊന്നും അറിഞ്ഞില്ല, എനിക്ക് ശ്വാസം മുട്ടലും വന്നില്ല. MRI എടുത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഫേസൽ പാൾസി എന്ന് പറയുന്ന അസുഖമാണ് എനിക്കുണ്ടായത്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന്. അങ്ങനെ മാതാവ് വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് അത്ഭുതങ്ങളുമായിട്ട് മാതാവ് എന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് പല പ്രാവശ്യവും മാതാവിൻ്റെ സ്മെല്ല് വരുന്ന മുല്ലപ്പൂവിൻ്റെ മണം ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെ അനുഭവപ്പെട്ടിട്ടുണ്ട്. പല സമയത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തും എല്ലാം. ഇപ്പം എടുത്തു പറയത്തക്ക ഒരു കാര്യം, ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരെക്കാട്ടിലും മുന്നിലായിട്ട് കൃപാസനത്തിൽ വരാനും കൃത്യമായിട്ടെല്ലാം ഓർത്തെടുത്ത് ഇന്ന ഡേറ്റിലാണെന്നും പറഞ്ഞു വരാനായിട്ട് മുന്നിൽ നിൽക്കുന്ന ആൾ എൻ്റെ മോനാണ്. അന്ന് മുതൽ മോനിപ്പം നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നു. അപ്പം മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് എൻ്റെ ജീവിതത്തിലുടനീളം പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ഉടമ്പടി പുതുക്കുമ്പം ഒരിക്കൽ പോലും ഞാൻ നിയോഗങ്ങളൊന്നും ഇപ്പോൾ എഴുതാറില്ല അങ്ങനെ. കാരണം
യേശുവും മാതാവും എപ്പോഴും എൻ്റെ കൂടെ വേണം, എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരിക്കുകയാണ്. യേശു എൻ്റെ കൂടെ ഉള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനാ എൻ്റെ കാര്യങ്ങൾ പ്രത്യേകം എഴുതി വെക്കുന്നത്? ആ ഒരു ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്നും എടുത്ത് കളയരുതേ എന്ന് മാത്രമാണ്. ഈ 6 നിയോഗങ്ങളിലും കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടണം എന്നുള്ളത് മാത്രമാണ് ലാസ്റ്റ് എനിക്ക് വരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ പ്രേക്ഷിത പ്രവർത്തനം, പത്രം കൊടുക്കാൻ പോകും. ഞങ്ങൾ 2 പേരും കൂടെ പത്രം കൊടുക്കാൻ പോകാറുണ്ട്. പത്രം കൊടുത്ത് ബൈക്കിൽ പോയി ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും പിന്നെ നടന്നു പോയും ഒക്കെ പത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ പത്രം കൊടുക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞാണ് കൊടുക്കുന്നത്. മാതാവിനെ, കൃപാസനം പള്ളി മാതാവിൻ്റെ അത്ഭുതങ്ങളും മാതാവ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളും എല്ലാം പറഞ്ഞിട്ടാണ് പത്രം കൊടുക്കാറ്. ചിലർ വാങ്ങാറില്ല, ചിലർ വാങ്ങും. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പം പത്രം ഇങ്ങനെ അലക്ഷ്യമായിട്ടിട്ടിരിക്കുന്ന കാണുമ്പോൾ ഞാൻ അതും എടുത്തുകൊണ്ട് പോരാറുണ്ട്. അതും എടുത്തുകൊണ്ട് വന്ന് വേറെടുത്ത് പത്രം കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി അവർക്ക് ഫിസിയോതെറാപ്പി ആവശ്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ ഓൾഡ് ഏജ് ഹോമിൻ്റെ മുറ്റം അടിച്ചു കൊടുക്കുകയും അമ്മമാരെ പരിചരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഫുഡ് അവർക്ക് ആവശ്യമായ നമുക്കുള്ളതുപോലെ ഉള്ളതിൻ്റെ ഒരു ഓഹരി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ വണ്ടിക്കൂലി ഇല്ലാതെ പഠിക്കാനായിട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന പിള്ളേരെ കണ്ടുപിടിച്ച് തെരഞ്ഞു പിടിച്ച് ഞാൻ അവരെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ആ ഒരു വക്കിൽ നിന്നാണ് മാതാവ് കരകയറ്റിയത്. അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള പിള്ളേരെ തെരഞ്ഞു പിടിച്ച് ഞാൻ അവരെ സഹായിക്കാറുണ്ട്. ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥന ചെല്ലുന്ന, ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചെല്ലുന്ന ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാവരും. അപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കാൻ വരുന്നതിനും അതിന് എല്ലാവരും സപ്പോർട്ടും സഹായവും ആയിട്ട് നിന്ന് എല്ലാവരും കൂടെ കൂടിയാണ് അതിന് അവസരം ഒരുക്കി തരുന്നതും. ഞങ്ങൾ ഒരേ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ തന്നെ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എന്നും ഞങ്ങൾ ഇതുപോലെ തന്നെ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും ഒപ്പം ഞങ്ങളും കൂടെ ഉണ്ടായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ നിർത്തി. 18-ാം സങ്കീർത്തനം 35-ാം തിരുവചനം. എനിക്ക് രക്ഷയുടെ പരിചയം നൽകി, അവിടുത്തെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. എൽസമ്മ എന്ന ഈ സഹോദരി മകനോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുമ്പോൾ ഉടമ്പടി വളരെ നിസ്സാരമായിട്ടാണ് ഈ അമ്മ കരുതിയിരുന്നത്. കാരണം ഉടമ്പടി കാശ് രൂപത്തിൻ്റെയോ നേർച്ച വസ്തുക്കളുടെയോ ഉപയോഗം കൃത്യമായി അറിയാതെ എന്തുകൊണ്ടോ അവിടെ ആദ്യമായി നാം കേൾക്കുന്ന ഉടമ്പടി ക്ലാസ് പലരും സീരിയസ് അല്ല എന്ന് മറ്റുള്ള ധ്യാനങ്ങൾ കേൾക്കുന്നത് പോലെ ഇരുന്ന് കേൾക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങളുടെ എല്ലാം സീരിയസ്നെസ് മനസ്സിലാകാതെ പോയതുകൊണ്ടാണ് ആദ്യത്തെ ഇൻസെൻറ്റീവ് ഗിഫ്റ്റ് അമ്മയ്ക്ക് കിട്ടിയത്, എൽസമ്മയ്ക്ക് കിട്ടിയത്. ഒരു ആക്സിഡൻറ്റിൽ കാശുരൂപം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്ന സഞ്ചാരി മാതാവാണെന്നുള്ള വലിയ ഇൻസെൻറ്റീവ് ഗിഫ്റ്റ്, ഒരു അനുഗ്രഹം അമ്മയ്ക്ക് കിട്ടിയതായി ഇവിടെ ഏറ്റുപറയുകയാണ്. നമുക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു അപകടം അതാണ്. അവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ ഇവിടെ എന്താണെന്ന് ചിലർ ആദ്യമായി ഉടമ്പടി എടുത്ത് ഉഴപ്പുന്നവരെല്ലാം പറയും, അവിടെ എനിക്ക് പോയിട്ടൊന്നും മനസ്സിലായില്ല. പക്ഷേ അമ്മയെ തിരിച്ചു പിടിച്ച ഒരു വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാണിത്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ കൂടെ നടന്ന ഒരു വലിയ അനുഭവം അവർക്കുണ്ടായി. 18 വർഷമായിട്ട് അവരുടെ നഴ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് കാണാതായപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ അതിനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കയ്യിലെത്തിച്ചു കൊടുത്തതിൻ്റെ ആ ഒരു എപ്പിസോഡ് നമ്മൾ കേൾക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ സമയച്ചുരുക്കത്തിലാണ് ഉടമ്പടി എടുത്ത് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ നോട്ട് ബൈ മെറിറ്റ് ആ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ ഈശോയുടെ കൃപയാലാണ്, ഈശോ തന്നെയാണ് അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കൊടുത്തത് എന്ന് അമ്മ ഏറ്റു പറയുന്നു. അതിലൂടെ അവരുടെ ജീവിതത്തിൻ്റെ വലിയ സങ്കടം, മകനെ സ്കൂളിൽ പോകാൻ ഒരു വണ്ടിക്കൂലി കൊടുക്കാൻ പൈസ ഇല്ലാതിരുന്ന അവസരത്തിൽ എനിക്കൊരു ജോലി തരണമേ, ഒരു ചെറിയ ജോലി തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞപ്പോൾ ആ ഒരു പ്രൊഫഷൻ തന്നെ അമ്മ ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം കൊടുത്ത ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചാണ് അമ്മ പറഞ്ഞത്. വീണ്ടും ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് പോകാനായി അമ്മയ്ക്ക്. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ, ആയുർവേദ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ മരുന്നാണ് നിനക്ക് കൊടുക്കേണ്ടതെന്ന് അമ്മ കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ അനുഭവമാണ് എൽസമ്മയ്ക്ക് ഈ സാക്ഷ്യത്തിലൂടെ ഏറ്റു പറയാനുള്ളത്. മാതാവിൻ്റെ ഓരോ പുഞ്ചിരിയിലും നീ എന്തർത്ഥമാക്കുന്നു എന്ന് മനസ്സിലാകാതിരുന്നപ്പോൾ അടുത്ത നിമിഷം തന്നെ അമ്മയുടെ പുഞ്ചിരി എന്തായിരുന്നു? മകൻ്റെ
ആ സപ്ലിമെൻ്ററി തോറ്റുപോയി, ഇനി അവന് ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ല, അവൻ ജയിക്കില്ലല്ലോ, മകനെക്കുറിച്ചുള്ള വലിയ സങ്കടത്തിലിരുന്നപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ പുഞ്ചിരിയുടെ അർത്ഥം മനസ്സിലായത്. 19 ദിവസം കൊണ്ട് 3 പരീക്ഷയും ഒരുമിച്ച് എഴുതി പാസ്സാകാനുള്ള, സപ്ലിമെൻ്ററി എഴുതിയെടുക്കാനുള്ള അമ്മയ്ക്ക് മകന് അതിനുള്ള അനുഗ്രഹം നൽകി. അത് അമ്മയുടെ കരഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണെന്ന് അമ്മയോട് ഏറ്റുപറയുകയാണ്. കാശുരൂപത്തിൻ്റെ ശക്തി അമ്മ വീണ്ടും പറയുന്നത് സ്കാനിങ്ങിന് പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ്. കാശുരൂപം നമുക്കറിയാം, അമ്മ തന്നെയാണ് നമ്മോടുകൂടെ നടക്കുന്നത്. ഉടമ്പടിയിൽ ദൈവസ്നേഹവും ദൈവാശ്രയവും വളരും, പക്ഷേ ആശങ്കയും നിരാശയും കൂടെ നിൽക്കും എന്ന് നമുക്കറിയാം. കാരണം സ്നേഹം സർവ്വതും അതിജീവിക്കുന്നു. ഇതൊരു ഒക്കേഷണൽ റിലേഷൻ അല്ല ഒട്ടും തന്നെ. കാരണം ഇത് ഈ ഉടമ്പടി ജീവിതം, ഇന്നത്തെ ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ ഇനി അടുത്ത ആവശ്യത്തിന് മാത്രം പ്രാർത്ഥിക്കുന്നതല്ല, അതൊരു നിത്യതയിലേക്ക് നടന്നെടുക്കാനുള്ള ഓരോ സ്റ്റെപ്പാണെന്ന് ഇവർക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരും. ദൈവത്തിൻ്റെ ആ വാക്കിൻ്റെ മുന്നിലും പിന്നിലും നമ്മോട് പിരിയാത്തൊരു ഹൃദയമുണ്ടെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സമയം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ദൈവരാജ്യം പ്രഘോഷിക്കാൻ സാധിക്കുന്നവർക്ക് ലഭിക്കുന്ന ഗ്രേഡ് ഈശോയോട് അടുത്ത് നിൽക്കാൻ സാധിക്കുന്നു എന്നതാണ്. ഇവർക്കിപ്പോൾ പരിശുദ്ധ അമ്മയോടും ഈശോയോടും അടുത്ത് നിൽക്കാൻ സാധിക്കുന്ന ഒരു ചങ്ക് പിളരുന്ന ഒരു വലിയ ദൈവസ്നേഹം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മിൽ നിന്ന് പിരിയാൻ മനസ്സില്ലാത്ത ഒരു ദൈവം, നമ്മെ പിരിയാത്ത ദൈവവും ഞാനും ഒന്നിച്ച് കരയുന്ന ദൈവാനുഭവം എന്നൊക്കെ ഈ മകളുടെ സാക്ഷ്യത്തിനെ നമുക്ക് വിലയിരുത്താം. എൽസമ്മയ്ക്കും കുടുംബത്തിനും ലഭിച്ച കാരണമാക്കിയ ഈ പുണ്യഭൂമിയിൽ എന്നെ എൻ്റെ മക്കൾക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും മാതാവിനും കോടാനകോടി നന്ദി പറയുന്നു. ഈ കൃപാസനത്തിൽ ഞാൻ വരാൻ തുടങ്ങിയത് എൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി എന്നോട് വന്ന് പറഞ്ഞ് കൃപാസനത്തിൽ വന്നാൽ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറുമെന്ന്. എൻ്റെ പേര് സുജി, ഇതെൻ്റെ മോൻ ശ്രീശാന്ത്, ഇതെൻ്റെ മോള് ശ്രീലക്ഷ്മി. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നത്. ഞങ്ങളെ വീട്ടിനടുത്തുനിന്ന് ഒരു ചേച്ചി വന്ന് എന്നോട് പറഞ്ഞ് നീ കൃപാസനത്തിൽ വന്നാൽ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറും, നീ വരാൻ പറഞ്ഞ് വന്ന് ഉടൻപടി എടുക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടൻപടി എടുത്ത് ആദ്യത്തെ നിയോഗം എൻ്റെ മോന് ജോലിക്ക് വേണ്ടി ഞാൻ വെച്ച്, രണ്ടാമത്തെ നിയോഗം എൻ്റെ മോൾക്ക് പഠിത്തത്തിന് വേണ്ടി വെച്ച്. അവൾക്ക് പഠിത്തത്തിന് ഇച്ചിരി പുറമോട്ടായിരുന്നു. ആദ്യത്തെ നിയോഗം വെച്ചിട്ട് ഞാൻ അവിടെ പോയി 90 ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടൻപടി പുതുക്കി. എന്നിട്ട് എൻ്റെ മോന് ജോലിക്കൊന്നും ആയില്ല. വീണ്ടും ഞാൻ ഇവിടെ വന്ന് രണ്ടാമത് ഉടൻപടി പുതുക്കിയതിൻ്റെ അന്ന് തന്നെ എൻ്റെ മോന് ജോലി കിട്ടി, പട്ടാളത്തിൽ പോയി. ഇപ്പോൾ ലീവിന് വന്നിട്ടുണ്ട്. ഇനി 17-ാം തീയതി എൻ്റെ മോൻ പഞ്ചാബി ജോലിക്ക് പോകുന്നു. ഇനി ബാക്കിയുള്ള എൻ്റെ മോള് പറയും. എൻ്റെ പേര് ശ്രീലക്ഷ്മി, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഞാൻ +1 എനിക്ക് 2 സബ്ജക്റ്റ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത്, അമ്മ ആദ്യം വന്ന് ഉടമ്പടി എടുക്കുന്നത്. അമ്മ 31/3/2025 ഒന്ന് ഉടമ്പടി എടുക്കുന്നത്. അമ്മയുടെ കൂടെ ഞാനും വന്ന് ഉടമ്പടി ക്ലാസ്സൊക്കെ കൂടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് 18 വയസ്സായതിനു ശേഷമാണ് എനിക്ക് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ വന്ന് 23/12/2025 ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് +1 2 സബ്ജക്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം +2 വേണം നമ്മളത് എഴുതിയെടുക്കാൻ. അപ്പോൾ എനിക്ക് +2 ഞാൻ കുറേ ദിവസം ക്ലാസ്സിനൊന്നും പോയിട്ടില്ല. BP ഒക്കെ ലോ ആയി, ബ്ലഡൊക്കെ കുറവായിരുന്നു. അങ്ങനെ എനിക്ക് ക്ലാസ്സിനൊന്നും പോകാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ ലാബ് എക്സാമിൻ്റെ സമയം വന്നപ്പോഴത്തേക്ക് ഞാൻ ലാബിനൊന്നും അറ്റൻഡ് പോലും ചെയ്തിട്ടില്ല. കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ മിക്ക ദിവസം ക്ലാസ്സിന് പോകത്തില്ല. അങ്ങനെ ഫിസിക്സ് ലാബ്, എനിക്കാണെങ്കിൽ ഫിസിക്സാണ് ഏറ്റവും പാടായിട്ടുള്ള സബ്ജക്റ്റ്. അപ്പം ഫിസിക്സ് ലാബ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുമില്ല. എനിക്ക് ലാസ്റ്റ് മിനിറ്റിൽ അറ്റൻഡ് ചെയ്യാനും പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ മോഡൽ എക്സാമിന് ടീച്ചേഴ്സൊക്കെ സഹായിക്കായിരുന്നു. അങ്ങനെ ഞാൻ 2 ക്ലാസ് മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു, 2 എക്സ്പെരിമെൻറ്റിൻ്റെ. എനിക്ക് അതേ 2 എക്സ്പെരിമെൻ്റ് തന്നെ മോഡലിന് കിട്ടിയത്. ഇത് തന്നെ എനിക്ക് മെയിൻ എക്സാമിന് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു. മെയിൻ എക്സാമിന് എനിക്ക് ഇതേ 2 എണ്ണം തന്നെ കിട്ടിയത്. ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. എനിക്ക് അത് തന്നെ കിട്ടിയത്. പിന്നെ അതേ കണക്ക് തന്നെ കെമിസ്ട്രി ലാബ് എക്സാമിനും എനിക്ക് കിട്ടിയ സോൾട്ട് മഗ്നീഷ്യം സൾഫേറ്റ് ആയിരുന്നു, ഏറ്റവും പാടായിട്ടുള്ള സോൾട്ട്. ഞാൻ കുറേ ചെയ്ത് നോക്കി. ഞാൻ എല്ലാ സോൾട്ടും ആനോണും കാറ്റയോണും എല്ലാം ചെയ്ത് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ലാസ്റ്റ് ടീച്ചർ പറഞ്ഞ് ഇനിയിപ്പോൾ ചെയ്യണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ടൈട്രേഷൻ മാത്രം ചെയ്തപ്പോൾ എനിക്ക് നല്ല ടെൻഷനായി. ഞാൻ അങ്ങനെ അമ്മയോട് വന്നിട്ട് കരഞ്ഞ് പറഞ്ഞ് എനിക്ക് കിട്ടിയില്ല, ഞാൻ ഇങ്ങനെ ആണെങ്കിൽ മെയിൻ ലാബ് എന്താ ചെയ്യുക എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കുറേ കരഞ്ഞ്. അങ്ങനെ മെയിൻ ലാബ് എക്സാം വന്നപ്പോഴത്തേക്ക് എനിക്ക് അലൂമിനിയം ക്ലോറൈഡാണ് കിട്ടിയത്. ഏറ്റവും ഈസി ആയിട്ടുള്ളതാണ് കിട്ടിയത്. അങ്ങനെ ഞാനത് പാസ്സായി. ഞാൻ മാതാവിൻ്റെ ഉപ്പും തേനെല്ലാം കഴിച്ചിട്ടായിരുന്നു പോയത്. അങ്ങനെ എനിക്ക് പെട്ടെന്ന് തന്നെ
ഇത് ചെയ്യാനും പറ്റി. ഞാൻ സോൾട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അതേപോലെ ടൈട്രേഷൻ എല്ലാം പെട്ടെന്ന് ചെയ്ത് എല്ലാം എഴുതി പെട്ടെന്ന് തന്നെ ഇറങ്ങുകയും ചെയ്ത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞ് ഞാൻ എല്ലാം നല്ലപോലെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പിന്നെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് 3 ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. എനിക്ക് ഫിസിക്സും കെമിസ്ട്രി ആയിരുന്നു പ്ലസ് വണ്ണിൽ പോരുന്നത്. അങ്ങനെ ഞാൻ കെമിസ്ട്രി എക്സാം ഒന്നും പഠിച്ചിട്ടില്ല. കാരണം പ്ലസ് ടുവും പഠിക്കണം, പ്ലസ് വണ്ണും പഠിക്കണം, ഒന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ പ്ലസ് ടു എക്സാമിൻ്റെ ഇടയ്ക്കായിരുന്നു പ്ലസ് വൺ എക്സാമും. അങ്ങനെ കെമിസ്ട്രി എക്സാമിന് പോയി. കൊന്തയൊക്കെ ആയിട്ടാണ് പോകുന്നത്. കൊന്ത, ഉപ്പ്, എണ്ണയൊക്കെ തേച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയി ഉപ്പൊക്കെ ഇട്ട് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് കൊന്തയൊക്കെ ചൊല്ലി എല്ലാ എക്സാമും ഞാൻ പ്ലസ് ടുവിൻ്റെ ആണെങ്കിലും പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിലും പ്രാർത്ഥിച്ച് കുരിശൊക്കെ വരച്ചിട്ടാണ് എക്സാം എഴുതി തുടങ്ങുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വായിക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ്. പിന്നെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഞാൻ ഉപ്പ് കൊടുക്കുക, അവർക്കും കൊടുത്തിട്ട് അവരെടുത്തും പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ഫ്രണ്ട്സും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കെമിസ്ട്രി എക്സാമിന് ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത്. ഞങ്ങളുടെ ഹോളിൽ വന്ന ടീച്ചറിൻ്റെ ഡ്രസ്സിൻ്റെ കളറ് ഗ്രേ കളറായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് കൂടെ ഉണ്ടെന്ന്. അങ്ങനെ ഹാപ്പി ആയിട്ട് എക്സാം എഴുതി. അമ്മയോട് ഒന്ന് പറഞ്ഞമ്മ ഞാൻ നല്ലപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് ഫിസിക്സ് എക്സാം കുറച്ച് ടഫായിരുന്നു. എന്നാലും ഞാൻ ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് വീട്ടിൽ എക്സാമിന് പോയത്. അങ്ങനെ ഞാൻ ഫിസിക്സ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും ഫിസിക്സ് പോയി. അപ്പം നല്ല വിഷമമായി, എന്താ ചെയ്യാന്നറിയില്ല. പിന്നെയും ഫിസിക്സ് പോയി. പ്ലസ് ടു എക്സാമും പാടായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര വിഷമിച്ച് കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ മെഡിസിൻ പഠിക്കണമെന്നായിരുന്നു. എന്ത് ചെയ്യും, മെഡിസിൻ പഠിക്കുകയും വേണം, പ്ലസ് ടു പാസ്സായില്ലെങ്കിൽ ഒന്നിനും പോകാനും പറ്റില്ല. എന്താ ചെയ്യുക, 10 വരെ നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്നത്. പ്ലസ് വൺ പ്ലസ് ടു ആയപ്പോഴത്തേക്ക് ബാക്കിലോട്ട് പോയി, നാണക്കേടാവും, എല്ലാവരും കുറ്റം പറയും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് കൊന്തയൊക്കെ ചൊല്ലാൻ തുടങ്ങി. അത് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് അന്ന് മെയ് 26-നാണ് എനിക്ക് റിസൾട്ട് വന്നത്. അന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച്. അന്ന് ധ്യാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത്, പക്ഷേ ധ്യാനമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. 1:30-ക്കുള്ള ട്രെയിൻ 3 മണിയായി വന്നപ്പോഴത്തേക്ക് 3:30 അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് എന്നിട്ട് ഫോണിൽ എണ്ണയൊക്കെ പുരട്ടിയിട്ടാണ് റിസൾട്ട് നോക്കുന്നത്. അപ്പോൾ റിസൾട്ട് നോക്കിയപ്പോഴത്തേക്ക് വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ റിസൾട്ട് നോക്കണം, എന്നിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി, ഞാൻ നോക്കില്ല, എനിക്ക് പേടിയാണ്, ചേട്ടൻ നോക്കിയിട്ട് പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ എന്നിട്ടും എന്തോ ഒരു ധൈര്യത്തിന് വേണ്ടി ചുമ്മാ കയറി നോക്കിയപ്പോഴത്തേക്ക് പ്ലസ് വണ്ണിലെ മാർക്ക് മാത്രമാണ് കാണിക്കുന്നത്. പക്ഷേ മേളിൽ ഗ്രീൻ ലെറ്ററിൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് കാണിക്കുന്നു. അപ്പോൾ എനിക്ക് സംശയം, എനിക്ക് നമ്പർ വല്ലതും മാറിപ്പോയി, എനിക്ക് പേടി, കാരണം ഞാൻ പാസ്സാവുമെന്ന് എനിക്ക് ഒട്ടും ഉറപ്പില്ല. അങ്ങനെ ഞാൻ നോക്കി. അങ്ങനെ ചേട്ടൻ എന്നാലും എനിക്ക് മെസ്സേജ് ഇട്ടേക്കുന്നു, സ്ക്രീൻഷോട്ട് അയച്ചേക്കുന്നു റിസൾട്ടിൻ്റെ. അന്നേരം ചേട്ടൻ പറഞ്ഞ് കൺഗ്രാറ്റ്സ് ഇട്ടേക്കെന്ന് ചോദിച്ചാൽ എന്നാൽ ശരിക്കും ഞാൻ പാസ്സായോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം ഞാൻ ഒരിക്കലും പാസ്സാവില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ഞാൻ പാസ്സായി. അന്നേരം തന്നെ അമ്മയോട് 1000 നന്ദി പറഞ്ഞ്. അങ്ങനെ പിന്നെ ഉടമ്പടി നല്ല രീതിക്ക് ഫോളോ ചെയ്തുമായിരുന്നു. ഞാൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എന്തിനാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. എൻ്റെ എല്ലാ ഫ്രണ്ട്സും എന്താ പോകേണ്ടതെന്നെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞ്. അങ്ങനെ എനിക്കറിയത്തില്ല ഞാൻ എന്തിനാണ് പോകേണ്ടതെന്ന്. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നേ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത്. എല്ലാവരും ഓരോ കോഴ്സൊക്കെ കണ്ടുപിടിച്ച്, എനിക്ക് മാത്രം എന്തിനാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം കരഞ്ഞ് പ്രാർത്ഥിച്ച്. അതിൻ്റെ ഈ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൻ്റെ തലേ ദിവസവും ഞാൻ കരഞ്ഞിട്ട് തന്നെ കിടക്കുന്നത്. അന്ന് മാതാവ് ഞാനിങ്ങനെ ഒരു എയർപോർട്ടിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്ന്. ഞാൻ അന്ന് പിറ്റേന്ന് രാവിലെ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ട്, പക്ഷെ എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാനിങ്ങനെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞ് നമുക്ക് നോക്കാം, മാതാവ് ഒരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ രാത്രി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നേ. അന്ന് ഞാനിങ്ങനെ ഒരു ഡിഗ്രി പഠിക്കാൻ പോകുന്നതായിട്ട് സ്വപ്നം കണ്ട്. പക്ഷേ ഞാൻ അന്നേരവും പിറ്റേന്ന് അമ്മയെടുത്ത് പറഞ്ഞു, ഞാൻ കാരണം ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല, എനിക്ക് 100% ഉറപ്പുണ്ട് ഞാൻ ഡിഗ്രിക്ക് പോവില്ല, പിന്നെ എന്താ മാതാവ് ഇങ്ങനെ കാണിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഞാൻ BBA വിത്ത് ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കോഴ്സിനെ പറ്റി കേൾക്കുന്നത്. അങ്ങനെ ഞാൻ ഇടുക്കി അല്ലസർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ഇതിന് ജോയിൻ ചെയ്ത്. റിസൾട്ട് വന്നപ്പോഴത്തേക്ക്, റിസൾട്ട് വരുന്നതിന് തൊട്ട് കുറച്ച് ദിവസം മുമ്പ് എല്ലാ ദിവസവും ഞങ്ങൾ കൈ എഴുതുന്ന വാഷ് ബേസിൻ്റെ അവിടെ അനിയത്തി ഇപ്പോൾ വാകഴുവി തുപ്പിയപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാ ദിവസവും അവിടെയാണ് വാകഴുവി തുപ്പുന്നത്. പക്ഷെ ഞങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ല ഒരു ചെറിയ കുരിശ്, അത് അവിടെ ഞങ്ങൾക്ക് കിട്ടി. അപ്പം അമ്മ പറഞ്ഞു, എന്തോ നല്ലൊരു അനുഗ്രഹം നമുക്ക് കിട്ടാമോന്ന്, അതുകൊണ്ട് നമുക്ക് കിട്ടി, ഇത്രയും നാൾ നമ്മൾ കണ്ടില്ല, പെട്ടെന്നൊരു ദിവസം
വന്ന് നമ്മൾ കണ്ടില്ലേ എന്തോ ഒരു അനുഗ്രഹം കിട്ടാൻ പോകുന്നു. അതിനുശേഷം ഞാൻ എക്സാം പാസ്സായി, +2 പാസ്സായി. 2 B+, 3 B, 1 C+, അങ്ങനെ ഞാൻ എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് അതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി അഡ്മിഷൻ എടുത്ത് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ എന്നോട് കുറേ പേര് പറഞ്ഞു ഇത് എടുക്കണ്ട, കാരണം ഏവിയേഷൻ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, ഇത് ജോലിയൊന്നും കിട്ടില്ല, സാലറി കുറവായിരിക്കും, അല്ലെങ്കിൽ കിട്ടുന്ന സാലറി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ മാത്രമേ കാണൂ, അമ്മയ്ക്കൊന്നും കൊടുക്കാനൊന്നും കാണില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നോട് കുറേ പേര് പറഞ്ഞു ITA പഠിക്കാൻ പോകും, സർവേ പഠിക്കാതാകുമ്പോൾ സർക്കാർ ജോലി കിട്ടും, അത് പഠിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഉറപ്പുണ്ട്, മാതാവ് തന്നെ കണ്ടുപിടിച്ചെന്നൊരു കോഴ്സാണ്. എനിക്ക് അന്നേരമാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ അന്ന് ഡിഗ്രി കണ്ടത് BBA ആണ്, അതൊരു ഡിഗ്രി കോഴ്സാണ്. അപ്പോൾ ഞാൻ എനിക്ക് ഉറപ്പിച്ച് മാതാവ് തന്നെ കണ്ടുപിടിച്ചെന്നൊരു കോഴ്സാണ്. അങ്ങനെ ഞാൻ BBAക്ക് അഡ്മിഷൻ എടുത്ത് ഞാൻ ഈ മാസം 27-ാം തീയതി BBA പഠിക്കാൻ ഇടുക്കിയിൽ പോവുകയാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം റിസൾട്ട് വരുന്ന ടൈമിൽ എക്സാം ഞാൻ പാസ്സാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വന്ന് പോകുന്നതിന് മുന്നേ ഒന്ന് സാക്ഷ്യം പറയുന്നു. പിന്നെ ചേട്ടന് ജോലി കിട്ടിയപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലി കിട്ടുകയാണെങ്കിൽ 10 പേരെ കൊണ്ടുവന്ന് സാക്ഷ്യം ഇവിടെ കൊണ്ടുവരാമെന്ന്. അങ്ങനെ 13 പേരെ കൊണ്ടുവന്ന് അവർക്ക് ഫുഡെല്ലാം ഞങ്ങൾ തന്നെ, ഫുഡ് ചിലവുകളെല്ലാം ഞങ്ങൾ തന്നെ നോക്കി അങ്ങനെ തിരിച്ചു കൊണ്ടുപോയി. പിന്നെ എൻ്റെ ഫ്രണ്ടിന് BBAക്ക് പോകണമെന്നായിരുന്നു. അപ്പോൾ ക്യാബ് രജിസ്ട്രേഷൻ ചെയ്തപ്പം ആ കൊച്ചിന് കൊട്ടാരക്കരയിലാണ് കിട്ടിയത്, ശാസ്താംകോട്ടയിലാണ് കിട്ടിയത്, കൊട്ടാരക്കരയാണ് കൊച്ചിന് വേണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞേടേ ഇയാൾ പ്രാർത്ഥിച്ചാൽ ഫലിക്ക്, ഇയാളൊന്ന് പ്രാർത്ഥിക്ക്, എനിക്ക് വിശ്വാസമില്ല ഇയാൾ പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷേ ഇയാൾ വരണമെന്ന് പറഞ്ഞ് ഇയാളൊന്ന് പ്രാർത്ഥിക്കും, ഞാൻ എന്തായാലും പ്രാർത്ഥിച്ചേക്കാമെന്ന്. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആ കൊച്ചിന് ശാസ്താംകോട്ടയിലാണ് കിട്ടിയത്, അവിടെ പോയി ടെമ്പററി അഡ്മിഷൻ എടുത്ത്. അത് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴത്തേക്ക് ആ കൊച്ചിന് കൊട്ടാരക്കരയിൽ കിട്ടി. അങ്ങനെ ആ കൊച്ച് അഡ്മിഷൻ എടുത്ത് ഇപ്പോൾ ക്ലാസ്സിന് പോകുന്നുണ്ട്, ഒരു ദിവസം എന്തായാലും ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് 64% മാർക്കേ ഉള്ളൂ +2-ൽ. അപ്പോൾ എന്നോട് അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ കോളേജിൽ പോയപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞ് എനിക്ക് എന്തായാലും മെറിറ്റിൽ കിട്ടത്തില്ല, ക്യാബ് രജിസ്ട്രേഷൻ ചെയ്യണം, എനിക്ക് മെറിറ്റിൽ കിട്ടത്തില്ല. ഞാൻ MG യൂണിവേഴ്സിറ്റിയിലായിരുന്നു അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്നോട് അവർ പറഞ്ഞ് എനിക്ക് കിട്ടത്തില്ല, ഉറപ്പായിട്ട് എനിക്ക് മെറിറ്റിൽ കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മെറിറ്റിൽ കിട്ടിയാണെങ്കിലും മെറിറ്റിൽ കിട്ടിയില്ലെങ്കിലും സെയിം ഫീസ് തന്നെ, പക്ഷേ നമുക്ക് സ്കോളർഷിപ്പൊക്കെ കിട്ടും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ എനിക്ക് മെറിറ്റിൽ തന്നെ വേണം, എനിക്ക് 100% ഉറപ്പാണ്, എൻ്റെ മാർക്ക് കൊണ്ടല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അമ്മയുടെയും ഈശോയുടെയും ഗ്രേസ് കൊണ്ട് തന്നെയാണ് എനിക്കിത് കിട്ടിയത്, ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ ഇങ്ങനെ വിഷമിച്ചിരുന്ന് ഇൻസ്റ്റഗ്രാം റീൽസ് കാണുമ്പോഴാണെങ്കിലും യൂട്യൂബ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും എനിക്ക് ഓരോ വചനങ്ങളൊക്കെ കിട്ടും. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, അങ്ങനത്തെ കുറേ കോട്ട്സൊക്കെ എനിക്ക് വരാറുണ്ട്. അതൊക്കെ ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും. ഞാനൊരു ബുക്കിൽ വചനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഏട്ടന് മെഡിക്കലും ഫിസിക്കലും എടുത്തപ്പോഴത്തേക്ക് ഇടുക്കിയിൽ വെച്ചിട്ടായിരുന്നു. അഗ്നിവേറിൻ്റെ എക്സാം എഴുതിയിട്ട് എക്സാം പാസ്സായി. ചേട്ടൻ ITA ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എക്സാം എഴുതുന്നത്. എക്സാം പാസ്സായി. ഇടുക്കിയിൽ വെച്ചിട്ടായിരുന്നു ഫിസിക്കലും മെഡിക്കലും. അങ്ങനെ ഫിസിക്കലും മെഡിക്കലും എടുക്കാൻ പോയി. ഫിസിക്കൽ കിട്ടി. അപ്പം മെഡിക്കൽ എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ മെഡിക്കൽ എടുത്തപ്പോഴത്തേക്ക് ചെറിയൊരു കൈക്ക് വളവുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ റീമെഡിക്കൽ എഴുതി തന്ന്. റീമെഡിക്കലിൽ ചേട്ടന് കിട്ടി. അത് കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഫസ്റ്റ് ലിസ്റ്റ് വന്നപ്പോഴും ചേട്ടന് കിട്ടിയില്ല. അപ്പം വിഷമായി, ചേട്ടന് നല്ല വിഷമായി, കാരണം കുറേ കഷ്ടപ്പെട്ടിട്ടും കിട്ടിയില്ലല്ലോ, ഭയങ്കര വിഷമായി. സെക്കൻഡ് പിന്നെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് കസിൻ ചേട്ടനാണ് നോക്കുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞില്ല, കാരണം ലിസ്റ്റിൽ പേരില്ല, ചേട്ടന് വിഷമാവും, അതുകൊണ്ട് പറഞ്ഞില്ല. അങ്ങനെ മൂന്നാമത് ലിസ്റ്റ് വന്ന്, പക്ഷെ ഞങ്ങൾ അത് തള്ളിക്കളഞ്ഞത്, കാരണം ഇനി ഒരു ലിസ്റ്റ് വരില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ തള്ളിക്കളഞ്ഞ കാര്യമായിരുന്നു. അങ്ങനെ അമ്മ വന്ന് ആ ഡിസംബറിൽ ഞാൻ 23-ാം തീയതി വന്ന് ഉടമ്പടി എടുക്കുന്നു. അമ്മ ആ ആഴ്ച, ഞാൻ ചൊവ്വാഴ്ച വന്ന് എടുക്കുന്നു, അമ്മ ശനിയാഴ്ച വന്ന് ഉടമ്പടി പുതുക്കുന്നു. അന്ന് തന്നെ റിസൾട്ട് വരുന്നുണ്ട്, ചേട്ടൻ്റെ ലിസ്റ്റിൽ പേരുണ്ട്. പക്ഷെ ഞങ്ങൾ ഇത് ഇനി കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് ഞങ്ങൾ നോക്കിയില്ലായിരുന്നു. അങ്ങനെ പിറ്റേന്ന് ഞാനും അമ്മയും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് ചേട്ടൻ്റെ ഫോണിലൊരു ഗ്രൂപ്പിൽ ഇങ്ങനെ ആഡ് ആക്കിയേക്കുന്നെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ്. അങ്ങനെ ചേട്ടൻ പറഞ്ഞ് എനിക്കറിയില്ല, ഞാൻ തിരക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞ്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ലിസ്റ്റിൽ പേരുണ്ട്, ജോലിയായി. ജനുവരി 5-ാം തീയതി ജോയിൻ ചെയ്യണം, ലക്നൗവിലാണെന്ന് പറഞ്ഞ് ട്രെയിനിങ്ങിൻ്റെ ഇമെയിൽ വന്ന്. അങ്ങനെ ചേട്ടൻ ജനുവരി 2-ന് പോയി. ഇപ്പം ട്രെയിനിങ് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച വന്നിട്ടുണ്ട്. ഇനി അടുത്ത പഞ്ചാബിലാണ് ചേട്ടൻ്റെ പോസ്റ്റിംഗ് അയക്കുന്നത്.
പഞ്ചാബിൽ പോവും, 17-ാം തീയതി പോവും, ഞാൻ 27-ാം തീയതി പോവും. ഉറച്ച് വിശ്വസിക്കുന്നു. കാരണം ഒരിക്കലും മെറിറ്റ് കൃപ കൊണ്ട്, മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങൾ കിട്ടിയത്. അതേപോലെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം മെഴുകുതിരിക്കകത്ത് മാതാവിൻ്റെ രൂപം വന്ന്, അതും വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നുണ്ട് ഞങ്ങൾ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം എല്ലായിടത്തും കൊണ്ട് കൊടുക്കും. പത്രം വേണ്ടാന്ന് പറയുന്നവരെ ദേഷിക്കുകയോ അവരോടൊന്നും തർക്കിക്കാൻ പോവാതെ ഓക്കെ ചിരിച്ചിട്ട് കൊടുത്തിട്ടെങ്കിൽ വരും. ചിലർ നമ്മളോട് വന്നിട്ട് ചോദിക്കും പത്രം വേണം, അങ്ങനെ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ചിലർ പത്രം ഉണ്ട് കിട്ടിയായിരുന്നു എന്ന് പറയും, അവർക്ക് കൊടുക്കില്ല. പിന്നെ മേടിക്കുന്നവരെല്ലാം നല്ല സന്തോഷത്തോടെ മേടിച്ചത് വായിക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ അവിടെ കൊല്ലത്ത് കൈകിട്ടി യേശുവിൻ്റെ അവിടെ പോവും. അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് എല്ലാ വെള്ളിയാഴ്ചയും 2 പൊതി ചോറ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധം 2 പൊതി ചോറ് ഒക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ ഇപ്പം വീട്ടിൽ നിന്ന് കൊടുത്തില്ലെങ്കിലും പുറത്തുനിന്ന് മേടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ ഇരിക്കുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കര ദേഷ്യമായിട്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിരുന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് ദേഷ്യമൊക്കെ കുറഞ്ഞ്, പിന്നെ എന്നോടിപ്പം ആരെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും എന്നെ വെറുത്താലും എനിക്ക് അവരോടിപ്പോൾ ഒരു വെറുപ്പില്ല. എല്ലാവരോടും ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ പഠിച്ച് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും മാതാവിനും. എനിക്ക് ജപമാല ചൊല്ലാൻ അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ റിസൾട്ട് വരുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ജപമാല ചൊല്ലാൻ പഠിക്കുന്നത്. കരഞ്ഞ് പ്രാർത്ഥിച്ച് മാതാവിനടുത്ത്. അങ്ങനെയാണ് ഞാൻ എക്സാം പാസ്സാവുന്ന തന്നെ. അങ്ങനെ ജപമാല ചൊല്ലാൻ പഠിച്ച് ഡെയിലി ബ്രെഡ്, ചൊവ്വാഴ്ച ധ്യാനങ്ങൾ, അങ്ങനെ എല്ലാം ഞങ്ങൾ കൂടാറുണ്ട്. എല്ലാവർക്കും സാക്ഷ്യങ്ങൾ കാണാറുണ്ട്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ എല്ലാവരും മിക്കവരും വന്ന് ഉടമ്പടിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിന് മിക്കവർക്കും നല്ല വിശ്വാസമാണ് മാതാവിനെ. എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബൈബിൾ വായിക്കാറുണ്ട്. ഞാൻ ഫോണിലും ബൈബിൾ ഡൗൺലോഡാക്കി ഇട്ടിട്ടുണ്ട്. അത് കണക്ക് തന്നെ വീട്ടിൽ ബൈബിളും ഇരിപ്പുണ്ട്. ബൈബിളും വായിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 63-ാം അധ്യായം 9-ാം വചനമാണ്. ഉടമ്പടിയിൽ നമ്മുടെ കഷ്ടതകളിൽ, വേദനകളിൽ ദൈവം കൂടെയുണ്ട്. ഉടമ്പടി വഴി ആ സാന്നിധ്യം, ദൈവ സാന്നിധ്യമാണ് കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഉടമ്പടി ഒരു സ്നേഹബന്ധമാണ്. ഒരുപക്ഷെ നാം ഉടമ്പടിയിൽ ആദ്യമൊക്കെ ഒരു വിഷയബന്ധിയായിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം. പക്ഷേ പിന്നീട് പതുക്കെ നമ്മൾ ഉടമ്പടിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ വിഷയബന്ധമായിട്ടുള്ള ആ ബന്ധം ഒരു സ്നേഹബന്ധമായി മാറുകയാണ്. സ്നേഹത്തിലേക്കുള്ള ഒരു വീണ്ടെടുപ്പ്, ഒരു തിരിച്ചുവരവ്. നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നൊരു വിചാരമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. എന്നെ രക്ഷിക്കും, എന്നോട് കരുണയുള്ള ഒരു ദൈവമാണ് എൻ്റെ കൂടെ. എന്നെ താങ്ങി നിർത്തുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. ആ അമ്മയാണ് എന്നെ കരം പിടിച്ച് ഈശോയിലേക്ക് നയിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പാണ്. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത് എന്നുള്ള ഒരു വലിയ സാക്ഷ്യമാണ് സുജിയും മകൾ ശ്രീലക്ഷ്മിയും ശ്രീശാന്തുമൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. കൃപാസനത്തെപ്പറ്റി ആദ്യമായിട്ട് അറിയുകയും ഒരു ചേച്ചിയാണ്, അയൽപക്കത്തുള്ള ഒരു ചേച്ചിയാണ് ഉടമ്പടി പത്രം കൊടുത്തത്. ആ പത്രം വായിക്കുകയും പിന്നീട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ, ഈ പുണ്യഭൂമിയിൽ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ മക്കൾ വരികയും മരിയൻ ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. അതിനുശേഷം ആ സമയത്ത് മകന് പട്ടാളത്തിലേക്കുള്ള ITI പഠിച്ചുകൊണ്ട് 2nd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പട്ടാളത്തിലേക്കുള്ള അഗ്നിവീർ എന്ന എക്സാം എഴുതുകയും ഈ മകന് പെട്ടെന്ന് സെലക്ഷൻ ആവുകയും ചെയ്തത്. പക്ഷെങ്കിൽ അവിടെ ഒരു തടസ്സമുണ്ടായിരുന്നു. മെഡിക്കലിനും ഫിസിക്കിനും പാസ്സാകാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മെഡിക്കലിന് പോയപ്പോഴാണ് കയ്യിൽ അല്പം ഇഷ്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. പിന്നെ അതിന് വേണ്ടിയിട്ട് മെഡിക്കലിന് പോയപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച ഉപ്പും കഴിച്ച് പ്രാർത്ഥിച്ചാണ് ഈ മകന് മെഡിക്കലിന് പോയത്. അങ്ങനെ ആ ടെസ്റ്റ് പാസ്സായി. ഒരു കുഴപ്പവുമില്ലാതെ കുറവുകൾ നിറവാക്കുന്ന ആ അമ്മയുടെ സാന്നിധ്യവും ഈശോയും
കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മെഡിക്കലിന് അൺഫിറ്റായിരുന്ന ഈ ബ്രദർ, ഈ മകന് ഫിറ്റാകാനായിട്ട് സാധിച്ചത്. മെറിറ്റില്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ മെഡിക്കൽ പാസ്സാവുകയും അങ്ങനെ ആ ജോലിയിൽ, അതായത് പട്ടാളത്തിൽ ജോയിൻ ചെയ്യുകയും ട്രെയിനിങ് കഴിഞ്ഞ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഇന്ന് അമ്മയും മക്കളും വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ മാസം പഞ്ചാബിൽ പോസ്റ്റിംഗ് ആണ്. ജൂലൈ 17-ാം തീയതിയാണ് പോകുന്നത്. അത് ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ കൃപയായിട്ടാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് മകൾ ശ്രീലക്ഷ്മിയുടെ സാക്ഷ്യമാണ്. മകൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ +1 +2 ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. കാരണം ഫിസിക്സ്, കെമിസ്ട്രി സബ്ജക്ട്സ് ഈ മകൾക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിനാലാണ് ക്ലാസ് ഒത്തിരി ആബ്സെൻ്റ് ആയിരുന്നു, പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ മകൾ 18 വയസ്സായപ്പോൾ തന്നെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുകയുമാണ് ചെയ്തത്. ഇവിടെയും ഈ മകൾ പറയുന്നത്, പരീക്ഷ രണ്ടാമത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് 1:30 ആയപ്പോഴാണ് അടുത്ത റിട്ടേൺ ടിക്കറ്റ് ഉള്ളത്, വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് റിസൾട്ട് എടുത്തത്. അവിടെയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ഈ മകൾ പാസ്സാക്കിയതാണ്. ഈ മകൾ പറയുന്നത് എപ്പോഴും, ദൈവമേ എൻ്റെ മെറിറ്റിലല്ല, എനിക്ക് മെറിറ്റില്ല, ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് മെറിറ്റിൽ തന്നെ ഒരു അഡ്മിഷൻ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം 64% മാർക്കുള്ളപ്പോൾ അവിടെ മെറിറ്റില്ല. പക്ഷേങ്കിൽ ഈ മകൾ പ്രാർത്ഥിച്ചത്, എനിക്ക് മെറിറ്റില്ല, പക്ഷേങ്കിൽ ആ മെറിറ്റുള്ള ലിസ്റ്റിൽ എനിക്ക് പേര് വരണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഇതാണ് ഉടമ്പടി മക്കൾ. അസാധ്യമായ കാര്യങ്ങളാണ് ദൈവത്തോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത്. ബട്ട് എനിക്ക് മെറിറ്റില്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ എനിക്കത് കിട്ടുമെന്നുള്ളൊരു ഉറപ്പുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെയാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്, എനിക്കൊരു മെറിറ്റിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടണമേ എന്ന്. അങ്ങനെയാണ് BBA വിത്ത് ആവിയേഷൻ ഫോർ എയർപോർട്ട് മാനേജ്മെൻറ്റിലേക്ക് ഈ മകൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ, എന്ത് തന്നെയായാലും, ഏത് പ്രശ്നമായാലും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവമാണ് നമ്മുടെ രക്ഷകൻ. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിക്കുന്നു എന്നാണ് വചനം കേട്ടത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിലും ആ കരങ്ങളിൽ വഹിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ മകളുടെ ജീവിതത്തിലും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കുടുംബം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് യാതൊരു മെറിറ്റുമില്ലാത്തവർത്താണ് മെറിറ്റ് നൽകി മകന് മെഡിക്കൽ പാസ്സാകാനും ഈ മകൾക്ക് BBA വിത്ത് ആവിയേഷൻ ഫോർ എയർപോർട്ട് മാനേജ്മെൻറ്റിൽ ജോയിൻ ചെയ്യാനുമൊക്കെ സാധിച്ചത്. മെറിറ്റില്ലെങ്കിലും ഗ്രേസിലെല്ലാം സാധ്യമാണ്. ഉടമ്പടി മക്കൾക്ക് വിശ്വാസവും വിശ്വസ്തതയുമാണ് ആവശ്യം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും, എന്നെ രക്ഷിക്കും, എന്നോട് കരുണയുള്ള, എന്നോട് സ്നേഹമുള്ള, എന്നെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറച്ച വിശ്വാസമാണ് ഉടമ്പടി മക്കൾക്കുള്ളത്. നമ്മുടെ എല്ലാ ഭാരങ്ങളും ആ കരങ്ങളിൽ, ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മെ ആ പുത്രനിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കഷ്ടതയിൽ കൂടെയുള്ള ആ ദൈവത്തിൻ്റെ സ്നേഹം കൃപാസനം ഉടമ്പടി വഴി നമുക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സുജിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ